ആരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ? ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ഒരുപാട് ഗുണപാഠങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങൾ എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ആ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് ഒരു ദിവസം മഹാനായ അസ്റായീൽ വരികയാണ്. അസ്റായീൽ കടന്നു വരുന്നത് റൂഹ് പിടിക്കാനല്ല, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുപോകാനല്ല. നമ്മളുടെ അടുത്ത് അസ്റായീൽ വന്നാലോ തീർന്നു, നമ്മ പോകാനായി. നമ്മളുടെ അടുത്ത് അങ്ങനെ വരില്ല കേട്ടോ. സ്വപ്നത്തിൽ വന്നാൽ നമ്മ പോവും. പ്രവാചകന്മാർ അങ്ങനെയാണ്. അവരുടെ ജീവിതത്തിൽ ചില ചർച്ചകൾക്ക് വേണ്ടി, മുന്നറിയിപ്പുകൾക്ക് വേണ്ടി അസ്റായീൽ കടന്നു വരുമായിരുന്നു. അങ്ങനെ വന്നവര് പ്രവാചകനാണ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അസ്റായീൽ വന്ന് പറഞ്ഞു, ദാവൂദ് നബിയേ, ദാവൂദ് നബിയെ, നിങ്ങളോടൊരു കാര്യം പറയാനാ ഞാൻ വന്നത്. ഞാനൊരു കാര്യം പറയാനാണ് ദാവൂദ് നബിയെ നിങ്ങളുടെ അടുത്ത് ഞാൻ വന്നത്. പക്ഷേ അത് നിങ്ങളെ പുറത്ത് പറയാൻ പാടില്ല. ആ കാര്യം നിങ്ങൾ ആരോടും കൈമാറാൻ പാടില്ല. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്താണ് കാര്യം പറ. ഞാൻ ആരോടും പുറത്ത് പറയില്ല, ഞാൻ ആരോടും അത് കൈമാറില്ല. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അസ്റായീൽ പറയുകയാണ്, ദാവൂദ് നബിയേ, രഹസ്യമായ ഒരു വിവരമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ ദാവൂദ് നബിയെ, ഇന്ന് മുതൽ ആ ചെറുപ്പക്കാരൻ ഭൗതിക ലോകത്ത് ജീവിച്ചിരിക്കുന്നത് കേവലം 6 ദിവസം മാത്രമാണ്. ദാവൂദ് നബിയെ, കേവലം 6 ദിവസം ആയുസ്സവന് ഇന്ന് മുതൽ മാത്രമാണ് നബിയേ. ദാവൂദ് നബിക്ക് സങ്കടമായി, ദാവൂദ് നബിക്ക് വിഷമമായി. ഒന്നും മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല, ആരോടും സംസാരിച്ചില്ല. കാരണം എന്തേ? പുറത്ത് പറയാൻ പറ്റില്ലല്ലോ, കൈമാറാൻ പറ്റില്ലല്ലോ. ഒന്നും മിണ്ടാതെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മനോവേദനയോടുകൂടെ സദസ്സ് പിരിയുകയാണ്. അങ്ങനെ 3 പേരും പിരിഞ്ഞു. അങ്ങനെ 3 പേരും പിരിയുകയാണ്. ഒരുപാട് വർഷങ്ങൾ കഴിയുകയാണ്. ദാവൂദ് നബിക്കും ആ ചെറുപ്പക്കാരനും ബന്ധമില്ല. കാരണം എന്താ? 6 ദിവസത്തിൽ മരിച്ചു പോകുന്ന ചെറുപ്പക്കാരനാ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരുപാട് വർഷങ്ങൾ പിന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം മരുഭൂമിയുടെ മണലാരണ്യത്തിൽ സഞ്ചരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനെ കാണുകയാ. പടച്ച റബ്ബേ, നോക്കുമ്പോൾ ആരാണ്? എൻ്റെ പ്രിയപ്പെട്ട കല്ലക്കട്ടക്കാരാ, എൻ്റെ ഈ മതവിജ്ഞാന സദസ്സിലുള്ളവരെ, ആരെ കുറിച്ചാണോ 6 ദിവസത്തിന്റെ ഉള്ളിലായി ദുനിയാവിൽ നിന്ന് മരിക്കുമെന്ന് പറഞ്ഞത്, അങ്ങനെയുള്ള ചെറുപ്പക്കാരനെയാ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം കാണുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാം മനസ്സുകൊണ്ട് ചിന്തിച്ചു, അല്ലാഹുവേ, എന്നെ അസ്റായീൽ പറ്റിച്ചതാണല്ലോ റബ്ബേ, എന്നെ അസ്റായീൽ തമാശയാക്കിയതാണല്ലോ റബ്ബേ. കാരണം എന്തേ? 6 ദിവസത്തിന്റെ ഉള്ളിലായി ദുനിയാവിൽ നിന്ന് മരിക്കുമെന്ന് പറഞ്ഞു പോയ ചെറുപ്പക്കാരൻ 6 ദിവസങ്ങളല്ല, 6 ആഴ്ചകളല്ല, 6 മാസങ്ങളല്ല, 6 വർഷങ്ങൾ പിന്നിട്ടിട്ട് പോലും ആ ചെറുപ്പക്കാരനെ കാണുമ്പോ മഹാനായ പ്രിയപ്പെട്ട ദാവൂദ് നബി ഓർത്തുപോയി. അപ്പോഴാണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് ദാവൂദ് നബിയോട് പറയുന്നത്, ദാവൂദ് നബിയേ, നിങ്ങളെ ഞാൻ പറ്റിച്ചതല്ല ദാവൂദ് നബിയെ, നിങ്ങളോട് ഞാൻ കളവ് പറഞ്ഞതല്ല ദാവൂദ് നബിയെ. അല്ലാഹുവിന്റെ തീരുമാനമാണ് ദാവൂദ് നബിയെ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. പടച്ചവന്റെ തീരുമാനമാണ് ദാവൂദ് നബിയെ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. നിങ്ങളോട് പറഞ്ഞത് മുതൽക്ക് 6 ദിവസത്തിന്റെ ഉള്ളിലായി ആ ചെറുപ്പക്കാരന്റെ പിഴുത്തെടുക്കാൻ, റൂഹ് പിഴുത്തെടുക്കാൻ ഞാൻ കടന്നു പോയതാണ്. ആ ചെറുപ്പക്കാരനെ മരിപ്പിക്കാൻ ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോ രാജാതിരാജനായ റബ്ബ് എന്നോട് പറഞ്ഞതാണ്, അല്ലാഹു എന്നോട് പറഞ്ഞതാണ്, അരുത് അസ്റായീൽ, ആ ചെറുപ്പക്കാരന്റെ റൂഹ് പിടിക്കല്ല അസ്റായീലേ. അല്ലാഹുവിനോട് ഞാൻ തിരിച്ചങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. ഇന്നേ വരെ ഒരു ആത്മാവിനെയും പിഴുത്തെടുക്കലിനെ പിന്തിക്കാൻ പറയാത്ത റബ്ബേ, ഒരു മനുഷ്യന്റെ റൂഹിനെ പോലും പിന്തിക്കാത്ത, ഒരു മനുഷ്യന്റെ അവധി എത്തിയാൽ അവനെ മരിപ്പിക്കാണ്ട എന്ന് പറയാത്ത റബ്ബേ, ഈ മനുഷ്യൻ ചെയ്തു പോയ സൽക്കർമ്മം എന്താണ് അല്ലാഹ്? അവൻ നിസ്കരിച്ചതാണോ, ഖുർആൻ ഓതിയതാണോ, സദഖ ചെയ്തതാണോ, നന്മകൾ ചെയ്തതാണോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അസ്റായീലിനോട് പറയുകയാ,
ഈ ചെറുപ്പക്കാരന്റെ സൽക്കർമ്മം എന്തെന്നറിയോ? അവന്റെ കുടുംബത്തിൽ പിണങ്ങി കിടന്ന ഒരു കണ്ണിയോട് അവൻ ഇണങ്ങിയതാണ്. അവന്റെ കുടുംബത്തിൽ പിണങ്ങിക്കിടന്ന ഒരു പെങ്ങളോടുണ്ടല്ലോ അവൻ ഇണങ്ങിപ്പോയതാ. 6 ദിവസത്തിന്റെ ഉള്ളിലായി അവരോടുള്ള പിണക്കം അവസാനിപ്പിച്ചുകൊണ്ട് നന്നായതാ. അതുകൊണ്ടൊരു കുടുംബത്തിന്റെ കറുപ്പ് മാറിയല്ലോ, ഒരു കുടുംബത്തിന്റെ സങ്കടം മാറിയല്ലോ, ഒരു കുടുംബത്തിന്റെ വെറുപ്പ് മാറിയല്ലോ, ഒരു കുടുംബത്തിന്റെ വിഷമം മാറിയല്ലോ. അതിന്റെ പകരം ഈ 6 ദിവസമല്ല, അവൻ ഒരുപാട് കാലം ജീവിച്ചു കൊള്ളട്ടെ. അവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആയുസ് നൽകിയത് കൊണ്ടാണ് ഞാൻ അവനെ മരിപ്പിക്കാതെ ഇന്നും ഇതാ അവന് ജീവിച്ച് കാണുന്നതെന്ന് മഹാനായ ദാവൂദ് നബിയോട് അസ്രായീൽ പറയുകയാണ്. മനസ്സിലായി നിങ്ങൾക്ക്? എന്ന് മനസ്സിലായി? കുടുംബബന്ധം ചേർത്താൽ എന്ന് പറഞ്ഞ മനുഷ്യന്മാർ എന്ത് കിട്ടും? ആയുസ് കിട്ടും, ഫ്രീയാണ്. ആർക്കെങ്കിലും മരിക്കാൻ ആഗ്രഹമുണ്ട? മരിക്കാൻ ആഗ്രഹമുള്ള ആളെന്ന് കൈപൊക്കിയാൽ 85 വയസ്സായ ഉപ്പാപ്പ വന്നിട്ട് പറയുന്നു, ഉസ്താദ് ദ്വാരക്കീന്ന് എന്തിന്? ആഫിയത്തിന്. പടി പോലെ ബഗ്ഗീന, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, ക്ഷീണമാ. പക്ഷെ മരിക്കാൻ ആർക്കും ആഗ്രഹമില്ല, മരിക്കാൻ ആഗ്രഹമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും ആഗ്രഹം ഇനിയും കുറച്ച് കാലം അല്ലെ. ഫസ്റ്റ് പറയും ഉസ്താദേ അൽഹംദുലില്ലാ റാഹത്തായി ജീവിതം, ഒരു പോരാവണം, പരേന്റെ ശേഷം മോളെ വായിക്കണം, മോളെയും വായിച്ചു. മോളെ വായിച്ച ശേഷം പേരക്കുട്ടിയെ പുള്ളിനെ വായിക്കണം, പുള്ളിനെ വായിച്ചു. ആ പുള്ളിന്റെ മോളെയും വായിക്കണം ഉസ്താദേ. പിന്നെ വരച്ച് കണ്ണടഞ്ഞാൽ പ്രശ്നമില്ല. ജീവിച്ച് കൊതി തീർന്ന ഒരാളും ലോകത്തിൽ ഉണ്ടോ? ഉണ്ടാ? ഒരാള് ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും എത്ര 95 വയസ്സായ ഉപ്പാപ്പ പോലും പറയുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചോനെ കുറെ വേണ്ട, ഒരു സെക്കൻഡ് എനിക്ക് ബന്ധിച്ചതാ. ആ സമയത്ത് അല്ലാഹുവോട് പറയുന്നത്, കോടിക്കണക്കിന് ദുനിയാവിലൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് സ്വത്തും സമ്പാദ്യമൊക്കെ ഉണ്ടായിരുന്നു, അള്ളാഹ് കൊടുത്തില്ല, പള്ളി കൊടുത്തില്ല, സ്ഥാപനത്തിന് കൊടുത്തില്ല, ഒരു നല്ല സംരംഭങ്ങൾ കൊടുത്തില്ല. മരിക്കാൻ കിടക്കും അള്ളാഹുവോട് പറയുന്നത്, ഫഅസ്സദ്ദഖ, പടച്ചോനെ ഒരു സെക്കൻഡിന്റെ ആയുസ് തന്നാൽ എനിക്ക് 90 കൊല്ലം ജീവിച്ചിട്ടാ, കൊതി തീർന്നിട്ടില്ല, നിനക്ക് ഞാൻ പൈസ തരാം. അള്ളാഹുവോട് പറയുന്നത് പൈസ തരാം. എന്തേ കാരണം? ജീവിച്ചിട്ടായിരിക്കും കൊതി തീർന്നിട്ടില്ല. ഞാൻ വയനാട് ദുരന്തത്തിൽ പലരും പറഞ്ഞല്ലോ, ഒരു പൊട്ടൽ പൊട്ടി 1.5 മണിക്ക് അൽഹംദുലില്ലാ എങ്ങനെയെങ്കിലും നേരം പുലർപ്പിച്ച് മുണ്ടക്കൈ എന്ന് പറയുന്ന നാടിനെ തന്നെ തലാഖ് ചൊല്ലി സ്വത്തും കടപ്പാടുമൊക്കെ വിട്ട് നമ്മൾ നാട് വിടാമെന്ന് ആഗ്രഹിച്ചവരാ. പക്ഷേ 4 മണി വരെ ഞങ്ങൾ കാത്തു നിന്നപ്പോ നാളത്തെ പ്രഭാതം പൊട്ടിവിടരാൻ 1 മണിക്കൂറേ ഉള്ളൂ. ചെറിയവര് വെളിച്ചം കിട്ടിയാൽ ഒന്നുമില്ലാത്ത ആ ഇരുളറയാകുന്ന നാട്ടിൽ അവിടുത്തെ സഹോദരങ്ങൾ പറയുകയാണ്, മരുഭൂമി പോലെ കിടക്കുന്ന എല്ലാം തകർന്നടിഞ്ഞ് അവശേഷിക്കുന്ന ചില വീടുകൾ മാത്രം അവിടെ നിന്ന് ബാക്കിയായപ്പോ ചളിയിൽ മുങ്ങിക്കിടക്കുന്ന ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ആഗ്രഹിച്ചു പോയി, നാളത്തെ പുലരി ഒന്ന് കാണണം, കൊതിച്ചുപോയി. പക്ഷേ പലരുടെയും വിരൽത്തുമ്പും കൈത്തുമ്പും പിടിച്ചു നിന്ന മക്കളും പ്രിയപ്പെട്ട ഭർത്താക്കന്മാരും സഹോദരിമാരും ഭാര്യമാരും 4 മണിയുടെ ഉരുൾപൊട്ടലിൽ പോയി, എല്ലാവരും ഒലിച്ചുപോയി. ആ സമയത്തും പറയുന്നത് ഒരു സെക്കൻഡിന്റെ ആയുസ് അവർക്ക് അല്ലാഹു കൊടുത്തിരുന്നുവെങ്കിൽ ആലോചിച്ച് നോക്കിയേ, വലിയ വിഷയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുസ് കുറയുന്നു മാത്രമല്ല, നമ്മുടെ അമലുകളെ പോലും അല്ലാഹു കുടുംബബന്ധം മുറിച്ചാൽ സ്വീകരിക്കുക. അല്ലാഹ്ക്ക് വേണ്ട നിന്റെ ഇൽമിന്റെ സദസ്സ് വേണ്ട, പള്ളി കൊടുത്തതും വേണ്ട, മദ്രസ കൊടുത്തതും വേണ്ട, എന്ത് നല്ല കാര്യങ്ങൾ നീ ചെയ്താലും എന്റെ പ്രിയപ്പെട്ട കുടുംബബന്ധം മുറിച്ചിട്ടുണ്ടോ? വേണ്ട. അതല്ലേ ലോകത്തിന്റെ നേതാവ് പറയുന്നത്, ആരാധന കൊണ്ട് രക്ഷപ്പെടുമെന്ന് കരുതിപ്പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരാ. ഒരുപാട് നിസ്കരിച്ചവരെ, ഖുർആൻ ഓതിയവരെ, സദഖ ചെയ്തവരെ, ആരാധനയുടെ ആകാശയാമങ്ങളിൽ സഞ്ചരിച്ചു പോയ എന്റെ പയോട്ടയുടെ വിജ്ഞാന സദസ്സിലുള്ള മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ ഇന്ന് നിസ്കരിച്ച നിസ്കാരമുണ്ടല്ലോ, നിങ്ങൾ ഓതിയ ഖുർആൻ ഉണ്ടല്ലോ, നിങ്ങൾ ഇന്ന് പങ്കെടുത്ത ഇൽമിന്റെ സദസ്സ് ഉണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, ദൈനംദിനം പടച്ചവന്റെ ലോകത്തേക്ക് അത് ഉയർത്തപ്പെടുന്നില്ല, അല്ലാഹുവിന്റെ ലോകത്ത് അത് കാണിക്കപ്പെടുന്നില്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, തൂറദുൽ അഅമാലു അലൽ ആബായി വൽ ഉമ്മ, തൂറദുൽ അഅമാലു അലല്ലാഹി യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്.
എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് അള്ളാന്റെ ദുനിയാവിൽ നമ്മൾ ചെയ്തു പോയ സൽക്കർമ്മങ്ങളെ കാണിക്കുന്നത്. ഈ ഇൽമിന്റെ സദസ്സ്, ഇന്ന് നിങ്ങൾ വൈകുന്നേരം പങ്കെടുത്ത സദസ്സ്, ഇവിടെ കടിഞ്ഞാല് മൗലിദിന്റെ സദസ്സ്, നിങ്ങളുടെ സ്വലാത്തിന്റെ മജ്‌ലിസുകൾ, നിങ്ങൾ ചെയ്തു പോയ ഓരോ ആരാധനകളെയും പടച്ചവനിലേക്ക് വെളിവാക്കപ്പെടുന്നതില്ല തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. അതുകൊണ്ടാണ് മുത്ത് റസൂലുള്ള പറഞ്ഞത്, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നിങ്ങൾ നോമ്പെടുക്കണേ. ഞാനും നോമ്പെടുക്കുന്നുണ്ട്. കാരണം എന്തെന്നറിയോ? എന്റെ അമലുകളെ പടച്ചറപ്പിനെ കാണിക്കുമ്പോ നോമ്പുകാരനായി കാണിക്കലിന് ഞാൻ ഇഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞു പോയെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മോനെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിലേക്ക് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകളെ കാണിക്കുമ്പോ സ്വഹാബത്തിനോട് മുത്ത് റസൂലുള്ള ഒരു ദിവസം പറഞ്ഞു, സ്വഹാബാ, ഒരു വിഭാഗത്തിന്റെ അമലുകളുണ്ടല്ലോ, ഒരു വിഭാഗത്തിന്റെ അമലുകളുണ്ടല്ലോ സ്വഹാബാ, അള്ളാഹുവിന്റെ ലോകത്തേക്ക് കാണിക്കപ്പെടൂല്ല. ഒന്നാൻ ആകാശത്തിന്റെ കവാടം മുറിച്ച് അല്ലാഹുവിന്റെ ലോകത്തേക്ക് അത് ഉയരുന്നില്ല. ആകാശവാഹകന്മാരായ മാലാകന്മാർ അവരുടെ അമലുകളെ പന്ത് പോലെ ചുരുട്ടി അവരുടെ മുഖത്തോട്ട് വലിച്ചെറിയുകയാ. അവരുടെ അമലുകളെ അവരുടെ അള്ളാഹുവിന്റെ മാലാകന്മാർ തള്ളിക്കളയുകയാണ്. സ്വഹാബത്ത് അത്ഭുതത്തോടുകൂടെ ചോദിച്ചു, നബിയേ, അമൽ ചെയ്തു പോയ മനുഷ്യന്റെ അമലുകളെ പന്ത് പോലെ ചുരുട്ടി അവന്റെ ഭൗതിക ലോകത്തുള്ള മുഖത്തേക്ക് വലിച്ചെറിയാനുള്ള കാരണമെന്ത്? സ്വഹാബത്ത് മുത്തുനബിയോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് നിറകണ്ണുകളോടെ ഇരിക്കുമ്പോ സ്വഹാബത്ത് ചോദിക്കുകയാണ്, അവരുടെ അമലുകളുള്ള കുറവ് കൊണ്ടാണോ, ആരാധനയിലുള്ള വീഴ്ച കൊണ്ടാണോ, സുഹൃത്തുക്കൾ വേണ്ടതുപോലെ ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബാ, സ്വഹാബാ, നാട്ടിൽ നമ്പർ 1 ഇബാദത്തുകാരനായ മനുഷ്യനവനാ, സുഹൃതങ്ങൾ ചെയ്ത മനുഷ്യനവനാ. എല്ലാവരും ഈ കല്ലക്കട്ടയിൽ അവനവന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് പാതിരാത്രിയിൽ സ്വർഗസമാനമായ സുഖങ്ങൾ പങ്കിടുമ്പോ ഈ പരിശുദ്ധ ആയിഷ പള്ളിയുടെ കഥ തുറന്നുകൊണ്ട് മിഹ്റാബിന്റെ ചാരത്ത് വന്ന് നെറ്റിത്തടം വെച്ച് പൊട്ടിക്കരഞ്ഞ മനുഷ്യനവനാ. അവന്റെ ജീവിതത്തിന്റെ പ്രഭാതം ഒരു ദിവസം പോലും തഹജ്ജുദില്ലാതെ പൊട്ടിവിടർന്നിട്ടില്ല. ദുഹാ നിസ്കരിക്കുന്നവനാ, ഖുർആൻ ഓതുന്നവനാ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാ, പള്ളിക്ക് വാരിക്കോരി കൊടുത്തവനാ, ഇൽമിന്റെ സദസ്സിനെ നിർബന്ധമാക്കിയവനാ, ഒരുപാട് സ്വതകകൾ ചെയ്തവനാ, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പിയവനാ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുമ്പന്തിയിൽ നിന്ന മനുഷ്യനാ. പിന്നെ എന്തിനാണ് നബിയെ, പിന്നെ എന്തിനാണ് നബിയെ നാട്ടിൽ നമ്പർ 1 ഇബാദത്തുകാരനായ മനുഷ്യന്റെ അമലുകളെ, സുഹൃതങ്ങള് പന്തുപോലെ അവന്റെ മുഖത്തേക്ക് ചുരുട്ടി വലിച്ചെറിയാനുള്ള കാരണം എന്ത് നബിയേ? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയുന്ന മറുപടി, കാന ബൈനഹു വബൈന അഖീ ശഹനാ. അവന്റെ കുടുംബത്തിലുള്ളവരോട് അവൻ പിണങ്ങിക്കിടന്നവനാ, അവന്റെ അയൽവാസികളോട് അവൻ പിണങ്ങിക്കിടന്നവനാ, അവന്റെ കൂടപ്പറപ്പുകളോട് അവൻ പിണങ്ങിക്കിടന്നവനാ. അതുകൊണ്ട് ഇൽമിന്റെ സദസ്സിലുള്ള ഉമ്മ, ഇൽമിന്റെ സദസ്സിലുള്ള ബാപ്പാ, സഹോദരാ, നിന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാളോട് നീ പിണങ്ങിക്കിടന്നിട്ടുണ്ടോ? നിന്റെ നിസ്കാരം പടച്ചവന് വേണ്ട, നിന്റെ ഖുർആന് പടച്ചവന് വേണ്ട, നീ പള്ളിക്ക് കൊടുത്തത് വേണ്ട, നീ മദ്രസ കെട്ടിച്ചത് വേണ്ട, നിന്റെ ഇൽമിന്റെ സദസ്സ് വേണ്ട. നാളെ മുതൽ കുടുംബത്തിൽ പിണങ്ങിക്കിടന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവൻ നിസ്കരിക്കേണ്ട ആവശ്യമില്ല, അവന് ഖുർആൻ ഓതേണ്ട ആവശ്യമില്ല, അവന് സ്വതഖ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ത്? നീയും നിന്റെ റബ്ബും പിണക്കത്തിലാ. കുടുംബത്തിലുള്ളവരോട് പിണങ്ങുമ്പോ അള്ളയും അല്ലാഹുവിന്റെ റസൂലും നിന്നോട് പിണങ്ങുകയാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി മുഹമ്മദ് മുസ്തഫ ദീർഘായുസ് പറയുന്നു മാത്രമല്ല, പിന്നെ അമല് പോലും അല്ലാഹുക്ക് വേണ്ട. ആലോചിച്ച് നോക്കിയേ, ഒരു പുഞ്ചിരി കൊണ്ട് മാത്രല്ല, ഒരു മെസ്സേജ് കൊണ്ട് നമുക്ക് അല്ലാഹു ഫോൺ തന്നില്ലേ? വാട്സാപ്പ് ഇല്ലാത്ത വയസ്സന്മാർ ആരുണ്ടാ? എല്ലാവർക്കും ഉണ്ട് മൊബൈൽ അല്ലേ? ഇന്ന് മൊബൈൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മളെ കൂട്ടത്തിൽ? എല്ലാവർക്കും ഉണ്ട്. മൊബൈൽ ഇല്ലാത്ത ആരില്ല, എല്ലാവരും
വേണമെങ്കിൽ കിടക്കുന്ന ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് അസ്സലാമു അലൈക്കും ഇന്ന് പോയി നീ മെസ്സേജ് ഇടലോട് കൂടെ നീ അവരോട് ബന്ധം സ്ഥാപിക്കും. അവന് മുണ്ടിയില്ല, അവൻ സംസാരിച്ചില്ല, ഒരു വോയിസ് മെസ്സേജ് അയച്ചു, മോനെ കുറച്ച് ദിവസമായി ഞാൻ നിന്നോട് പിണങ്ങിക്കിടന്നിട്ട് ബേജാറായിട്ടുണ്ടാവും, വിഷമിക്കണ്ട, എനിക്ക് മാഫാക്കണം എന്ന് പറഞ്ഞ് നീ വോയിസ് വിട്ട് അവൻ പ്രതികരിച്ചില്ല. നീ കുറ്റത്തിൽ നിന്ന് മോചിതനായി, നീ രക്ഷപ്പെട്ട്, നിന്റെ ദുനിയാവാഫറും രക്ഷപ്പെട്ട്. പറഞ്ഞാല് അവനും രക്ഷപ്പെട്ടു, മടക്കിയാല് നീ ഇല്ലെങ്കിൽ രക്ഷപ്പെട്ടു. നിന്റെ പേരിൽ അല്ലാഹു തടഞ്ഞു വെച്ച കവാടങ്ങളെ ഒന്നടങ്കം തുറക്കുകയാണ്. നിന്റെ അമൽ അല്ലാഹു സ്വീകരിക്കും, നിനക്ക് അല്ലാഹു ദീർഘായുസ്സ് നൽകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ ആ കുടുംബത്തെ കുറച്ചു നേരം കൊണ്ട് നിങ്ങളോട് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബം എന്ന് പറയുമ്പോൾ 3 നിലക്കുള്ള കുടുംബമുണ്ട്. 3 നിലക്കുള്ള കുടുംബമുണ്ട്. ഒന്ന് നസബിനാലുള്ള കുടുംബം, 2 റളാഇനാലുള്ള കുടുംബം, 3 മുസാഹറത്തിനാലുള്ള കുടുംബം. നസബിനാലുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ, ഉമ്മ, സഹോദരങ്ങൾ, സഹോദരിമാർ, എളാപ്പ, മൂത്താപ്പ, ഇങ്ങനെ അടങ്ങുന്ന ഒരു കുടുംബം. ഈ കുടുംബത്തിനാണ് പേര് നസബിനാലുള്ള. ചുരുക്കി പറയാം, റളാഇനാലുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ മുലകുടി ബന്ധത്തിനാലുള്ള കുടുംബമാണ്. ഉദാഹരണം പറയാം, ഒരു കുഞ്ഞ് 2 വയസ്സിന്റെ മുമ്പ് 5 തവണ ഏതെങ്കിലും ഒരു പെണ്ണിൽ നിന്ന് മുലപ്പാല് കുടിച്ചാൽ അത് അവളുടെ ഉമ്മയായി, അവളുടെ ഭർത്താവിന്റെ വാപ്പയായി. അതിന് വളരെ അപൂർവമായതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. അവരുടെ മക്കൾ, അവരുടെ സഹോദരങ്ങളും സഹോദരികളുമായി. 3ാമത്തെ ബന്ധം മുസാഹറത്തിനാലുള്ള ബന്ധം, പെൺകെട്ട് ബന്ധത്തിനാലുള്ള ബന്ധം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ വില കൽപ്പിക്കുന്നത് ആർക്ക്? ഞാൻ വീട്ടിലുണ്ട് അല്ലേ, പെണ്ണ് കെട്ടി അങ്ങ് കണ്ണുപൊട്ടി, ഉപ്പയും വേണ്ട ഉമ്മയും വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ച് നോക്കിയേ, മുസാഹറത്തിനുള്ള പെൺകെട്ടുള്ള ബന്ധത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത്. ഈ 3 കുടുംബങ്ങൾ ഉദാഹരണം ഞാൻ പറയാണ്. ഓരോരു കുടുംബത്തിൽ ഒരു 50 വീടുകൾ ഉണ്ടെന്ന് സങ്കല്പിക്കാം. നസബില് 50, റളാഇല് 50, മുസാഹറത്തിൽ 50, മൊത്തം 150 വീട്. ആ 150 വീടുകളിൽ ഓരോരോ 50 വീടുകളിൽ 150 ആള് താമസിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. എന്നാൽ 450 പേരായി ഇവിടെ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുണ്ടാവും, വാർദ്ധക്യമുള്ള വാപ്പ ഉണ്ടാവും, സഹോദരൻ ഉണ്ടാവും, സഹോദരികൾ ഉണ്ടാവും, യൗവനാദി പ്രായത്തിലേക്ക് എത്തിയവരുണ്ടാവും. ഇവരെല്ലാവരും കുടുംബക്കാരാണ്. ആരെങ്കിലും ഒരാളെ മനസ്സ് നിങ്ങൾ വേദനിപ്പിച്ചിന് അല്ലാഹു നിങ്ങളെ. ഈ കുടുംബത്തെ ബന്ധിപ്പിക്കുന്ന ബന്ധത്തിന് അറബിയിൽ പറയുന്ന പദമാണ് റഹിം അഥവാ കുടുംബം. റഹിം എന്ന്. ആരാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ കുടുംബത്തിന് റഹിമി എന്ന് പേര് വെച്ചതാരാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ഖുദ്സിയായ ഹദീസിൽ പറയുകയാണ്, അനല്ലാഹു അനർ റഹ്മാൻ, ഞാൻ അല്ലാഹയാണ്, ഞാൻ റഹ്മാനാണ്. അല്ലാഹു തആല പറയുകയാണ്, എനിക്കൊന്നല്ല 2 അല്ല 99 പേരുകളുണ്ട്, എനിക്ക് 99 പേരുകളുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ 99 പേരുകളിൽ വെച്ച് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ മഹത്വത്തെ വിശ്ലേഷിപ്പിക്കുന്ന, ബോധിപ്പിക്കുന്ന ഏറ്റവും വലിയ പേരാണ് റഹ്മാൻ എന്നുള്ള പേര്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന റബ്ബ്. അംബാനിക്കും ചെയ്യും, നമുക്കും ചെയ്യും. വഴിപ്പെട്ട ആൾക്കും വഴിപ്പെടാത്ത ആൾക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഞാൻ റഹ്മാനാണ്, എന്റെ പേര് റഹ്മാനാണ്. എന്നാൽ ആ റഹ്മാൻ എന്ന പേരിനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, ഫശഖഖതു ലഹാ ഇസ്മൻ മിൻ ഇസ്മിഹി. എന്റെ റഹ്മാൻ എന്ന് പറയുന്ന പേരുണ്ടല്ലോ, എന്റെ റഹ്മാൻ എന്ന് പറയുന്ന പേരുണ്ടല്ലോ, ആ പേരിൽ നിന്നുള്ള അലിഫും നൂനും ഞാൻ കട്ട് ചെയ്തതാണ്. റഹ്മാൻ എന്ന പേരിന്റെ അലിഫും നൂനും കട്ട് ചെയ്ത് നോക്കിയേ, എന്തായപ്പോ? റഹീം എന്ന്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ റഹ്മാൻ എന്ന് പറയുന്ന അലിഫും നൂനെയും കട്ട് ചെയ്തുകൊണ്ട് അല്ലാഹു വെച്ചു കൊടുത്തതായിരിക്കാ. എന്റെ പ്രിയപ്പെട്ടവരെ, ശാസ്ത്രലോകം പറയുകയാണ്, 1 അല്ല 2 അല്ല 6 കോടികളിൽ പരം വരുന്ന സൃഷ്ടിജാലങ്ങൾ അല്ലാഹുവിന്റെ ഭൗതിക ലോകത്തുണ്ട്, ഈ ദുനിയാവിലുണ്ട്. എന്നാൽ അല്ലാഹു തആല ഒരു സൃഷ്ടിക്ക് പോലും ആ പേര് വെച്ചു കൊടുക്കുന്നില്ല. മറിച്ച് അല്ലാഹു തആല ആ പേര് വെച്ചു കൊടുത്തത് ആർക്കാണെന്നറിയോ? കുടുംബം എന്ന് പറയുന്ന സൃഷ്ടിക്കാ. കുടുംബം എന്ന് പറയുന്ന സൃഷ്ടിക്ക് അല്ലാഹു തആല വെച്ചു കൊടുക്കുകയാണ്. കുടുംബം എന്ന് പറയുന്ന സൃഷ്ടിക്ക് ആ പേര് വെച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കുടുംബത്തെ അല്ലാഹു പറഞ്ഞേക്കുന്നില്ല, വിട്ടേക്കുന്നില്ല. ദുനിയാവിലേക്ക് പറഞ്ഞേക്കാതെ അല്ലാഹു തആല കുടുംബം എന്ന് പറയുന്ന ആ സൃഷ്ടിയുണ്ടല്ലോ, അവന്റെ അർശിന്റെ താഴ്വരയിൽ കെട്ടിത്തൂക്കുകയാ. അവന്റെ അർശിന്റെ താഴ്വരയിൽ കെട്ടിത്തൂക്കുകയാണ്.
എന്നിട്ടോ ആ കുടുംബത്തോട് അല്ലാഹു തആല ചോദിക്കുകയാണ്, കുടുംബമേ നിന്റെ ആവശ്യം എന്താണ്? കുടുംബമേ നിന്റെ ആവശ്യം എന്താണ്? കുടുംബമേ എന്ന് അല്ലാഹു തആല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ കുടുംബം എന്ന് പറയുന്ന സൃഷ്ടിയോട് ചോദിക്കുമ്പോ കുടുംബം എന്ന് പറയുന്ന സൃഷ്ടി പറയുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. ആരെങ്കിലും ഒരാൾ എന്നെ ചേർത്താൽ, ആരെങ്കിലും ഒരാൾ എന്നെ ചേർത്ത് കഴിഞ്ഞാൽ അവനെ നീ ചേർക്കണേ അല്ലാഹ്. ആരെങ്കിലും ഒരാൾ എന്നെ മുറിച്ചാൽ, ആരെങ്കിലും ഒരാൾ കുടുംബമെന്ന് പറയുന്ന എന്നെ മുറിച്ചാൽ അവനെ നീ മുറിക്കണേ അല്ലാഹ്. കുടുംബം അല്ലാഹുവോട് പറയാം. അപ്പൊ ദുനിയാവിൽ ഒരാൾ കുടുംബമെന്ന് മുറിച്ചിട്ടുണ്ടോ, അവൻ കുടുംബത്തെയും മുറിച്ചു, അല്ലാഹനെയും മുറിച്ചു. അപ്പൊ മുറിച്ചാലോ? നീ നിസ്കരിച്ചതിന്റെ നിസ്കാരം അല്ലാഹ്ക്ക് വേണ്ട. കുടുംബമെന്ന് മുറിക്കാന്ന് പറഞ്ഞാൽ ഒരു കുടുംബക്കാരനോട് നീ പിണങ്ങിക്കിടന്നാല് അള്ളാഹുവിനോടാണ് നീ പിണങ്ങിക്കിടക്കുന്നത്. പിന്നെ നീ എത്ര ദുആ ചെയ്താലും അള്ളാഹു ആ ദുആയിന് ഉത്തരം ചെയ്യുമോ? കാരണം എന്താ? അള്ളാഹ് നിന്നോട് പിണക്കത്തിലാണ്, അള്ളാഹു നിന്നോട് വിഷമത്തിലാണ്. ഒരാൾ കുടുംബബന്ധം ചേർത്താൽ അള്ളാഹുവിനെ അവൻ ചേർത്തവനെ പോലെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, കുറെ നിസ്കരിച്ചതിലല്ല, കുറെ ഖുർആൻ ഓതിയതിലല്ല, കുറെ സദഖ ചെയ്തതിലല്ല കാര്യം. പിന്നെയോ കാര്യമുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ ബന്ധങ്ങളെ ചേർക്കുന്നത്. മുത്ത് ഹബീബ് നമ്മോട് പഠിപ്പിച്ചത് അതുമാണ്. ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊന്നൽ നൽകിയത് ബന്ധങ്ങളെ ചേർക്കുന്നതിലാണ്. തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറി അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. ദുനിയാവിന്റെ സർവ്വഗുണ കാര്യങ്ങൾ പറയാനിരിക്കെ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ റസൂലുള്ളാഹി പറഞ്ഞെന്തെന്നറിയോ? ആദ്യം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണേ. അത് ചേർത്തില്ലെങ്കിൽ പോയി. പക്ഷേ നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ്. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു വെളിയങ്കോട് പറഞ്ഞതുപോലെ, വെളിയങ്കോടിൽ അന്തി ഉറങ്ങുന്ന ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇന്നത്തെ കുടുംബത്തിന്റെ അവസ്ഥ എന്നല്ല എന്റെയും നിങ്ങളുടെയും കുടുംബ ജീവിതത്തിന്റെ അവസ്ഥയെ കുറിച്ച് പറയുകയാ. അലിഫുൽ ഖാരിബി ഫിസ് സമാനി ഖദിൻ കലാബ് ഐനം ഫസ്വാറൽ അഖറബൂന അഖാരിബാ. അലിഫ്, ഖാഫ്, റാ, ബാ എന്ന് പറയുന്ന ഈ നാലക്ഷരമുള്ള അഖറബ് എന്ന് പറയുന്ന പദത്തിന് അറബി ഭാഷാർത്ഥം കുടുംബം എന്നാണ്. പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും ഒത്തൊരുമിക്കാനും പടച്ച കുടുംബങ്ങളെ എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ അലിഫ് പോയി, ഇന്ന് അലിഫ് ഐനായി മാറിയിരിക്കുകയാണ്. ഐനം ഫസ്വാറൽ അഖറബൂന അഖാരിബ. അലിഫ് പോയി ഐനായി മാറിയിരിക്കുകയാണ്. അലിഫ് പോയാൽ ഐനായാൽ എന്തായി? അഖറബ് എന്നായി. അഖറബിന്റെ അർത്ഥം എന്താ? തേള് എന്നാണ്. തേളെന്താ ചെയ്യാ? മനുഷ്യനെ കൊല്ലുന്നതാണ്. പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും ഒത്തൊരുമിക്കാനും പടച്ച കുടുംബങ്ങളെ നിങ്ങൾ അറബിയിൽ പറയുന്ന പദം അഖറബ് എന്നാണ്. പക്ഷേ ആ അഖറബ് എന്ന് പറയുന്ന അലിഫ് ഖാഫ് റാ ബാ മാറിയുന്ന അഖറബായിരിക്കുകയാണ്. മനുഷ്യനെ കൊല്ലുന്ന, മനുഷ്യനെ മരിപ്പിക്കുന്ന, മനുഷ്യനെ മറവിപ്പിക്കുന്ന തേളുകളാക്കി അല്ലാഹു മാറ്റിയിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലത്തെ നൂറുകണക്കായ വേദികളിലേക്ക് പ്രിയപ്പെട്ടവനെ വഴുതിന് പോകുമ്പോ എനിക്ക് ഓർമ്മ വരികയാണ് പാലക്കാട് ജില്ലയിൽ പറഞ്ഞ ഒരു സംഭവം. എന്റെ പ്രിയപ്പെട്ടവരെ, വഴുത് കഴിഞ്ഞ് വേദി വിട്ടിറങ്ങുമ്പോ ഒരു സഹോദരൻ എന്റെ അടുത്ത് വരികയുണ്ടായി. ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, ഞാനൊരു ദുആ വസിയത്തിനാണ് ഉസ്താദിന്റെ അടുത്ത് വന്നത്. ആ ചെറുപ്പക്കാരന് പറഞ്ഞ വസിയത്ത് എന്നെ വല്ലാത്ത അമ്പരപ്പിച്ചതാ. ആ ചെറുപ്പക്കാരന് പറഞ്ഞു, ഉസ്താദേ, ഞാനൊന്ന് മരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണം ഉസ്താദ്. ആഫിയത്തുള്ള ആരോഗ്യമുള്ള 28കാരനായ ചെറുപ്പക്കാരന്റെ ദുആ വസിയത്ത് എന്നെ വല്ലാതെ അമ്പരപ്പിച്ചു പോയി. കാരണം എന്ത്? എത്രയോ യുവാക്കൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. ഇന്ന് ഈ സദസ്സിൽ വരുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ, പല മഹല്ലത്തിലുള്ള യുവാക്കൾ പറഞ്ഞു, ഉസ്താദേ, പെണ്ണ് ശരിയാവാൻ ദുആ ചെയ്യണം, ഗൾഫിൽ ജോലി ശരിയാവാൻ ദുആ ചെയ്യണം, പാസ്പോർട്ട് ശരിയാവാൻ ദുആ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ടവരെ, പല നിലക്കുള്ള ആഗ്രഹങ്ങളും അത്യാശകളും അവരുടെ മനസ്സിന്റെ അകത്തളത്ത് കെട്ടിക്കിടക്കുന്ന നീറുന്ന നൂറുകണക്കായ സങ്കടങ്ങളെ ഇന്നത്തെ യുവതല പറയുമ്പോ അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന്റെ ദുആ വസിയത്ത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്തേടാ നിനക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലേ?
ജീവിച്ചു കൊതി തീർന്നു പോയെന്ന് ചോദിക്കുമ്പോ നിറകണ്ണുകളോടുകൂടെ ആ ചെറുപ്പക്കാർ നിൽക്കുമ്പോ കൂട്ടുകാരായ സംഘാടകരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയുകയാ, ഉസ്താദേ അവന്റെ ജീവിതം വല്ലാത്ത കഥന കണ്ണീരാ, അവന്റെ ജീവിതം വല്ലാത്ത സങ്കടമാണ് ഉസ്താദേ. അല്ലാഹുവേ പടച്ചവനെ, അവന്റെ സങ്കടം അറിയാൻ എനിക്ക് താല്പര്യമായി. പ്രിയപ്പെട്ടവനോട് ചോദിക്കും അവൻ നിറകണ്ണുകളോട് പറയാണ്, ഉസ്താദേ ഞാൻ എന്തിനാ ജീവിക്കുന്നത്, എനിക്കാരുമില്ല ഉസ്താദേ. ആ വേദിയുടെ തൊട്ടരികിലുള്ള തന്റെ 2 നിലയുള്ള കോടി രൂപ വെച്ചുണ്ടാക്കിയ വീട് കാണിച്ചുകൊണ്ട് പറയാട്, അത് എന്റെ വീടാണ് ഉസ്താദേ. അവിടെ ഇന്ന് എനിക്കിണയില്ല, തുണയില്ല. എന്റെ കുടുംബത്തിലുണ്ടല്ലോ 10 മാസത്തിൽ 9 പേര് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി ഉസ്താദേ. ഒന്നല്ല രണ്ടല്ല, 10 മാസത്തിൽ 9 പേര് ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോയി ഉസ്താദേ. വല്ലാതെ അത്ഭുതത്തിന്റെ വാക്കായിരുന്നു, മനസ്സിലയിപ്പിച്ച വാക്കായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തേടാ 10 മാസത്തിൽ 9 മരണം? അല്ലാഹുവേ പടച്ചവനെ, വല്ല ദുരൂഹതയിലൂടെയാണോ, വാഹനാപകടങ്ങളിലൂടെ ചതഞ്ഞെറിഞ്ഞതാണോ? അല്ലാഹുവേ പടച്ചവനെ, ആ ചെറുപ്പക്കാരന് പറയുകയാണ്, ഉസ്താദേ ഒരു ദുരൂഹതയുമില്ല ഉസ്താദേ, ഒരു അപകടവുമില്ല ഉസ്താദേ. എന്റെ കുടുംബത്തിലുണ്ടല്ലോ 9 മാസം 10 മാസത്തിൽ 9 പേര് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനുള്ള കാരണം എന്തെന്നറിയോ? ഒരൊറ്റ കാരണമാണ് ഉസ്താദേ. അല്ലാഹു എന്റെ വാപ്പാക്ക് അനുഗ്രഹങ്ങളെ വാരിക്കോരി കൊടുത്തപ്പോ, ഒരുപാട് സ്വത്തും സമ്പാദ്യവും കൊടുത്തപ്പോ, ഇത് കാണാൻ സഹിക്കട്ടെ, ഇത് കാണാൻ കഴിയാതെ എന്റെ പ്രിയപ്പെട്ട അയൽക്കാരനായ എന്റെ കുടുംബക്കാരനുണ്ടല്ലോ, എന്റെ സ്വന്തം വാപ്പയുടെ അനുജനുണ്ടല്ലോ, എന്റെ എളാപ്പയുണ്ടല്ലോ, ഞങ്ങൾക്ക് സിഹർ വെച്ചതാണ് ഉസ്താദ്, ഞങ്ങളെ തകർന്നെറിഞ്ഞതാണ് ഉസ്താദേ, ഞങ്ങളെ തകർത്തെറിഞ്ഞതാ, ഞങ്ങൾക്ക് മാരണം വെച്ചതാ. അതിന്റെ പേരിൽ 10 മാസത്തിൽ 9 പേര് പരക്കമറ്റാത്ത മക്കളടക്കമുള്ള സുന്ദരിയായ എന്റെ ഭാര്യമടക്കം, എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ വാപ്പയും ഉമ്മയും അടക്കമുള്ള ഒരു സംഘം ഈ പള്ളിപ്പറമ്പിന്റെ ശ്മശാന ഭൂമിയിൽ കിടക്കുമ്പോ, 10ാമനായി ഞാനും അവിടെ കിടക്കാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്ന ചെറുപ്പക്കാരന് വസിയ്യത്ത് ചെയ്യുമ്പോ, എന്റെ പ്രിയപ്പെട്ട കല്ലക്കട്ടയുടെ വിജ്ഞാന സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെ, നമ്മുടെ ജീവിതവും ഇന്നങ്ങനെയല്ലേ? പരസ്പരം കൂടപ്പറപ്പുകളെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയുന്നില്ല, സ്നേഹവും ബന്ധവും മറന്നുപോയി, പരസ്പരം പാമ്പും കീരികളെ പോലെ ജീവിക്കുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറിയില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, 30-40 വർഷത്തിന്റെ ജീവിതത്തില്, അല്ലാഹുവേ പടച്ചവനെ 50 വർഷത്തിന്റെ ജീവിതത്തിന്റെ മുമ്പ് നിനക്കൊരു കാലമുണ്ടായിരുന്നു ചെറുപ്പക്കാരാ. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ കാണുന്നവരാ, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, മുകളിൽ വെച്ചാൽ പേനരിക്കും ഓടുന്ന ഭയത്തോടുകൂടെ വളർത്തിപ്പോയ ആ പ്രിയപ്പെട്ട മക്കളെ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോ, കലാലയങ്ങളിലേക്ക് പോകുമ്പോ, മദ്രസയിലേക്ക് പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ മൂത്ത മകനുണ്ടല്ലോ, തന്റെ ഇളയ സഹോദരി അവിടുന്ന് വിരൽത്തുമ്പ് പിടിച്ചു കൊണ്ടുപോവുകയാ. അല്ലാഹുവേ മൂത്ത മകൾ ഇളയ പൊന്നുമോനെ കുളിപ്പിക്കുകയാ, ചോറുവാരി കൊടുക്കുകയാ. ആ പൊന്നുമോന് ആരോഗ്യ പ്രശ്നമുണ്ടായാൽ ആ പൊന്നുമോള് കരയുകയാ. ഒരു ഉമ്മയെ പോലെ ജീവിച്ച സഹോദരിയെ പോലെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ നീ കാണുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ 40ഉം 35ഉം 50 വർഷത്തിന്റെ മുമ്പ് ഇങ്ങനെയുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയിട്ടുണ്ട്. നിന്നെ മദ്രസയിലേക്ക് വിരൽതും പിടിച്ചു കൊണ്ടുപോയ നിന്റെ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, നിനക്ക് ചോറ് വാരി തന്ന പെങ്ങളുണ്ടല്ലോ, നിന്നെ കുളിപ്പിച്ച പെങ്ങളുണ്ടല്ലോ, നിനക്ക് വസ്ത്രമണിയിപ്പിച്ച പെങ്ങളുണ്ടല്ലോ, നിനക്കൊരു ഉമ്മയായി താങ്ങും തണലുമായി ജീവിച്ച ഈ പയോട്ടയിലുള്ള കല്ലക്കട്ടയിലുള്ള നിന്റെ പെങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ മറന്നുപോയില്ല ചെറുപ്പക്കാരാ. ഇന്ന് ആ പാപപ്പെട്ട പെങ്ങളെ രോഗശൈലിയായി വീടിന്റെ അകത്തളത്ത് കഴിയുമ്പോ, ഒരേ ഉമ്മാന്റെ പള്ളയിൽ കടന്ന് ചോര കുടിച്ച നിങ്ങള്, ഒരേ ഉമ്മാന്റെ പള്ളയിൽ കടന്ന് കളിച്ച നിങ്ങള്, സുന്ദരിയായ സുമുഖിയായ ഭാര്യ വരുമ്പോ, ആരോഗ്യമുള്ള മക്കളെ കിട്ടുമ്പോ, സമ്പത്തും അധികാരവും ഭൗതിക ലോകത്ത് കൈകലാക്കുമ്പോ, പ്രിയപ്പെട്ട പെങ്ങളെ മറന്ന മനുഷ്യ,
പാവപ്പെട്ട പെങ്ങളുണ്ടല്ലോ വീടിന്റെ അകത്തളത്ത് ഒരു നേരത്തെ മരുന്നിന് കഴിവില്ലാതെ വിഷമിച്ച് വേദനിച്ച് ഒരു ടാബ്ലറ്റിന് പോലും കഴിവില്ലാതെ ആ പ്രിയപ്പെട്ട പെങ്ങളെ വീടിന്റെ അകത്തളത്ത് തന്റെ സങ്കടങ്ങളെ ഒതുക്കി അല്ലാഹുവേ പടച്ചവനെ നിറകണ്ണുകളോട് കൂടെ കഴിയുമ്പോ കാണാത്തതുപോലെ കഴിയുന്ന എന്റെ ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹുവിന്റെ പൊരുത്തമില്ല മോനെ. നിന്റെ പ്രിയപ്പെട്ട സഹോദരനുണ്ടല്ലോ ഇരുനിലയുള്ള വീട് വെച്ചുകൊണ്ട് ഈ നാട്ടിന്റെ രാജകുമാരനെ പോലെ നിന്റെ ഭാര്യ മക്കളോടൊത്ത് കഴിയുമ്പോ, മഴ വന്നാൽ ചോർന്നൊളിക്കുന്ന വീടിന്റെ അകത്തളത്ത് കഴിയുമ്പോ, പാവപ്പെട്ട സഹോദരൻ പള്ളികളിൽ പോയി മുസല്ല വിരിച്ചിരിക്കുമ്പോ, ആരാന്റെ മുറ്റത്ത് പോയി കൈനീട്ടി യാചിക്കുമ്പോ തിരിഞ്ഞു നോക്കാത്ത ചെറുപ്പമേ, നിനക്ക് അല്ലാഹുവിന്റെ പൊരുത്തമില്ല ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് നിന്റെ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ 4ഉം 5ഉം പെൺമക്കളെയും കൊണ്ടവൾ കഴിയുമ്പോ, സുന്ദരിയായ സുമുഖിയായ 18കാരിയായ 20കാരിയായ നിന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ നീ കെട്ടിച്ചേക്കുമ്പോ, ഒരുപാട് ദൂർത്തടിച്ച ആഭാസങ്ങളിലൂടെ അവരെ കല്യാണം നടത്തുമ്പോ, ലക്ഷക്കണക്കായ രൂപകൾ പൊടിപൊടിക്കുമ്പോ, 1 ഗ്രാം സ്വർണത്തിന് കഴിവില്ലാതെ, 1 തരി സ്വർണത്തിന് 1 നാണയത്തൊട്ടില്ലാതെ പൊട്ടിക്കരയുമ്പോ, സ്വന്തം പ്രിയപ്പെട്ട പെങ്ങളെയും ജ്യേഷ്ഠനെയും സഹോദരങ്ങളെയും തിരിഞ്ഞു നോക്കാത്ത എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ് തരില്ല, നിങ്ങൾക്ക് അല്ലാഹു ആഫിയത്ത് തരില്ല. നിങ്ങളുടെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ലോകത്തേക്ക് നിങ്ങൾ ചെയ്യുന്ന ഒരു അമല് പോലും പടച്ചവന് വേണ്ട. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, വലിയ വിഷയം കുടുംബം അത് ചേർത്തില്ലെങ്കിൽ നിന്റെ ഏത് അമലും വേണ്ട. പർവ്വത സമാനമായ അമലുകൊണ്ട് നീ നിറച്ച് നിന്റെ ഈ നാട്ടിൽ നീ ജീവിക്കുകയാണെങ്കിലും നിന്റെ കുടുംബത്തിന്റെ ഏതെങ്കിലും ഒരാളുടെ മനസ്സിന്റെ വേദന മതി നിന്റെ സർവ്വ അമലുകളെയും തകർക്കാൻ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഉസ്താദേ ഞാൻ ഭയങ്കര സ്നേഹമാണ്, ഞാൻ ബന്ധം പുലർത്തുന്നവനാണ്, അള്ളാന്റെ ഞാൻ അത്ര കൊടുത്തു ഇത്ര കൊടുത്തു, ഞാൻ അവരെ സഹായിച്ചു ഓരെ സഹായിച്ചു, പെങ്ങളെ മോളെ കെട്ടിക്കുമ്പോ അങ്ങനെ കൊടുത്ത്, സഹോദരന്റെ വീട് പണിയുമ്പോ അങ്ങനെ കൊടുത്തൊക്കെ നമ്മൾ പറയാറുണ്ട്. അള്ളാന്റെ റസൂൽ പറഞ്ഞു ലൈസൽ വാസിലു ബിൽ മുകാഫി, കുടുംബമെന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധമെന്ന് പറഞ്ഞാൽ അത് പ്രത്യുപകാരമല്ല. ഇങ്ങനെ കൊടുക്ക, അയാൾ തന്നു നീ പകരം കൊടുക്ക, കുടി കൂടുമ്പോ 1 ലക്ഷം രൂപ സഹോദരൻ തന്നു നീ തിരിച്ചു കൊടുക്ക, ഇതല്ല കുടുംബ ബന്ധം. വിലപേശലല്ല, ഞാൻ കൊടുത്തു എന്നുള്ളതിനെ എണ്ണിപ്പറയലല്ല, ഒരാളെ സഹായിക്കലുമല്ല കുടുംബം എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് യഥാർത്ഥ കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ലോകത്തിന്റെ നേതാവ് പറയുകയാണ് ഇദാ ഖതഅതു റഹിമഹു വസലഹ, ഇദാ ഖതഅതു റഹിമഹു വസലഹ, നീ മുറിച്ച ഒരു ബന്ധം നിന്റെ പെങ്ങളോട് നീ പിണങ്ങിക്കിടന്നു, ഉദാഹരണം പറയാം, ആ പിണങ്ങിക്കിടന്ന പെങ്ങളോട് നീ അവിടെ നിന്ന് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി പോവാ. അയ്യാള് കേട്ട അൽഹംദുലില്ലാഹ് എനിക്ക് നന്നാവണം, എന്റെ ദുനിയാവാഹനം രക്ഷപ്പെടണം, എന്റെ അമലുകൾ എനിക്ക് പടച്ചവൻ സ്വീകരിക്കണം, എന്റെ അമലുകളെ സ്വീകാര്യോഗ്യമായ അമലാക്കി അല്ലാഹു മാറ്റണമെന്ന ഉദ്ദേശത്തോടു കൂടെ ഒരാൾ എന്ത് ചെയ്യുന്നു? അയാൾ നേരെ ബന്ധപ്പെട്ട ആളോട്, കുടുംബത്തിൽ നിന്ന് പിണങ്ങിയ ആളോട് പോയി ഇണങ്ങാൻ വേണ്ടി പോവാ. അങ്ങനെ പോയപ്പോ നിന്നെ ആട്ടി ഓടിച്ച്, നിന്നെ കല്ലെറി, നിന്നെ ശകാരിച്ച് കുറ്റപ്പെടുത്തി ആട്ടി ഓടിച്ചാൽ, നിന്നെ വേണ്ട എന്ന് വെച്ചവരെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവരുമായി ബന്ധം പുലർത്തുന്നവനാണ് യഥാർത്ഥ കുടുംബ ബന്ധം പുലർത്തുന്നവൻ. എന്ത് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതെല്ലാം മുത്ത് റസൂൽ നമുക്ക് കാണിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം പറയാലുണ്ടല്ലോ. ഉസ്താദെ കുറെ മൗലിദ് കഴിച്ച്, പള്ളിയിൽ മൗലിദിന് ഇരുന്ന്, വീട്ടിൽ മൗലിദ് കഴിച്ചു, കുറെ സ്വലാത്ത് ചൊല്ലി, ഇതൊന്നുമല്ല, ഇത് സ്നേഹം അല്ലാന്നല്ല. ജാഥ പോയി, അതുപോലെ നമ്മൾ കുറെ മറ്റേ ബൈത്ത് അഷ്റഖ ബൈത്തൊക്കെ പാടി, ഇത് സ്നേഹം അല്ലാന്നല്ലെന്ന് പറയുന്നത് സ്നേഹമാണ്. പക്ഷെ യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് കാണിച്ചു തന്ന ചില കാര്യങ്ങൾ നമ്മൾ പ്രായോഗികമാക്കലാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വിഷയത്തിലും കാണിച്ചില്ലേ?
കുടുംബത്തിലും അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബ ജീവിതത്തിലും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണിച്ച മാതൃകകൾ എത്രയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സംഭവം നോക്കിയാൽ കാണാം. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു, കുടുംബക്കാരനായിരുന്നു. ആര്? അബൂജഹൽ. അബൂജഹൽ റസൂലുള്ളാഹിനെ വേദനിപ്പിച്ച, കല്ലെറിഞ്ഞ, ശകാരിച്ച, കുറ്റപ്പെടുത്തിയ മനുഷ്യനായിരുന്നു. അബൂജഹലിനെ പോലെ റസൂലുള്ളാഹിനെ വേദനിപ്പിച്ച ഒരാൾ ലോകത്തുണ്ടാവും. കഅബാലയത്തിന്റെ മത്താഫിൽ വെച്ച് സുജൂദ് ചെയ്യുമ്പോ ചീഞ്ഞൊളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാലയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ച ഒരു ധിക്കാരിയായ കുടുംബക്കാരനായിരുന്നു ആര്? അബൂജഹൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മത്താഫിൽ തവാഫ് ചെയ്യുമ്പോ ഇരുതല മൂർച്ചയുള്ള അമ്പെടുത്തുകൊണ്ട് തലയിലേക്ക് അടിച്ച് തല പിളർത്തിയ മനുഷ്യനായിരുന്നു ആര്? അബൂജഹൽ. അങ്ങനെ അബൂജഹൽ എന്റെ പ്രിയപ്പെട്ടവരെ പനി പിടിച്ച് തളർന്ന് വീട്ടിൽ ഇങ്ങനെ കിടക്ക. അബൂജഹൽ പനി പിടിവിട്ട് വീട്ടിൽ കിടക്ക. ഈ വിവരം ആർക്കറിഞ്ഞു? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറ്റേ ദിവസം അബൂജഹലിന്റെ രോഗസന്ദർശനത്തിന് വേണ്ടി പുറപ്പെടാൻ തയ്യാറായി. സ്വഹാബത്തിനോട് പറഞ്ഞു. സ്വഹാബത്ത് 1-2 പേര്, ഉമർ തങ്ങളടക്കം പറഞ്ഞു, പോണ്ട, അവൻ ധിക്കാരിയാണ്, തമ്മാടിയാണ്. നബിയേ, നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങളെ വിഷമിപ്പിച്ച് അവന്റെ അടുത്ത് പോകുന്നത് ശരിയല്ല. ആര് പറഞ്ഞ? ഉമർ ഖത്താബ് അടക്കമുള്ള സ്വഹാബത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, പ്രശ്നമല്ല, ഞാൻ പോവാൻ ചെയ്യും, ഞാൻ പോകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറ്റേ ദിവസം യാത്ര പുറപ്പെടാനൊക്കെ തയ്യാറായി. എന്തിന്? തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച, തന്നെ കൊന്നൊടുക്കാൻ നോക്കിയ, തന്റെ ജീവിതം തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രയത്നിച്ച അബൂജഹലാകുന്ന കുടുംബക്കാരന്റെ രോഗസന്ദർശനത്തിന് വേണ്ടി. ഇതാർക്ക് വിവരം കിട്ടി? മക്കയിലുള്ള അബൂജഹലിന് വിവരം കിട്ടി. എന്തായാലും മുഹമ്മദ് വരാണല്ലോ. തന്റെ കിങ്കരന്മാരോട് പറഞ്ഞു, മുഹമ്മദ് വരാണ് നമ്മുടെ അടുത്ത്, എന്റെ രോഗസന്ദർശനത്തിന് വേണ്ടി മുഹമ്മദ് വരികയാണ്. ഇങ്ങനത്തെ ഒരു ചാൻസ് നമുക്ക് ഇനി കിട്ടാനില്ല. ഇത് അവസാനത്തെ ഫൈനൽ ചാൻസ്. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്റെ വീടിന്റെ മുൻവശത്ത് ഇപ്പൊ നമ്മളെ ഇതെല്ലാം ലൈവാണ്, ലൈവ് ലോകം മുഴുവനും കാണുന്നുണ്ട്. പക്ഷെ പണ്ട് ലൈവില്ല. അപ്പൊ എന്റെ വീടിന്റെ മുൻവശത്ത് വെച്ച് തന്നെ ആ മുഹമ്മദ് വരുന്ന വഴിയോരത്ത് ഒരു ചതിക്കുഴി ഒഴിക്കണം. എന്നിട്ടോ ആ ചതിക്കുഴി കുടിച്ച് അതിന്റെ മുകൾ ഭാഗത്ത് ഈത്തപ്പന മട്ടൽ വെച്ച് മണൽ വെതരി സമനിരപ്പാക്കി മുഹമ്മദ് വന്നാൽ അറിയില്ല. മുഹമ്മദ് ആകെ വന്ന് ആ കുഴിയിലേക്ക് വീഴുമ്പോ അങ്ങോട്ട് പോസ്റ്റിലേക്ക് കടലാസിട്ടതുപോലെ മുഹമ്മദ് മരിച്ചു. മുഹമ്മദ് വീണപ്പോ നിങ്ങൾ വലിയ വലിയ ഭാരമുള്ള പാറക്കല്ലുകളെ മുഹമ്മദിന്റെ തലയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് മുഹമ്മദിനെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ കിങ്കരന്മാർ അത് ഏറ്റെടുത്തു. പിറ്റേ ദിവസം അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജഹലിന്റെ രോഗസന്ദർശനത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് അറിയില്ല, ചതിക്കുഴി കുഴിച്ചത് അല്ലാഹുവിന്റെ റസൂലിന് അറിയില്ല, അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹിന്റെ കുതന്ത്രം അറിയില്ല. 1-2 സ്വഹാബത്തിനെയും കൂട്ടി അല്ലാഹുവിന്റെ റസൂൽ നേരെ അബൂജഹലിന്റെ വീടിന്റെ അരികിലേക്ക് സഞ്ചരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ കുഴിയുടെ അരികിലേക്ക് എത്തിയപ്പോ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, എന്നെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കണ്ട, വെച്ചാല് ഇല്ലാതെ നിങ്ങളെ കൊന്നുകളയുമോ, അതുകൊണ്ട് നബിയേ പോണ്ട, അവിടെ നിൽക്കും. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്നു. അബൂജഹലാണെങ്കിൽ ഈ ലൈവ് സീൻ കാണാൻ വേണ്ടി വീടിന്റെ ഉമ്മരപ്പടിയുടെ തൊട്ടടുത്തുള്ള സിറ്റ് ഔട്ടിലിരുന്ന് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അനങ്ങുന്നില്ല. അങ്ങോട്ട് വരുന്ന ഏർപ്പാടില്ല. ആകെ ബേജാറായി. എന്തോ മുഹമ്മദിന് ഒരു മറ്റേ ക്ലൂ കിട്ടി. അപ്പൊ എന്തായാലും മുഹമ്മദ് വരില്ല. അബൂജഹൽ പറഞ്ഞു, മുഹമ്മദേ, എന്തെങ്കിലും കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടോ? തളർന്നു കിടക്കുന്ന പരവശനായ വീടിന്റെ കത്തളത്ത് ഒരു ഭക്ഷണപാനീയം പോലും ശരീരത്തേക്ക് കയറ്റാത്ത അബൂജഹൽ, എന്റെ കുടുംബക്കാരൻ തളർന്നു കിടക്കാണ്, വന്നിട്ട് ഒന്ന് മന്ത്രിച്ചിന് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ റസൂൽ പിന്നെയും ഉണ്ട്. ഇതാണ് മാതൃക എന്ന് പറഞ്ഞു.
ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുടുംബക്കാർ നമ്മളോട് എന്തെങ്കിലും വല്ലത് ചെയ്താൽ തകർക്കാൻ നോക്കുന്നവരാ നമ്മള്. അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്ത ആ മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ടവർ, റസൂലുള്ളാഹിനെ വിളിച്ച റസൂലുള്ളാഹി അനങ്ങുന്നില്ല. അബൂജഹലിന് ചൂടി വന്നു. അയാൾ ഭയങ്കര പ്രഷറിന്റെ അബൂജഹൽ ഭയങ്കര ചൂട് ചപ്പാത്തിയാണ്. പെട്ടെന്നാണ് ഉപ്പർക്ക് ദേശം വിളിച്ച് അനങ്ങുന്നില്ല. അബൂജഹലിന്റെ ബ്രേക്ക് തന്നെ ഫെയിലായി. ചാരിക്കസേരയിൽ നിന്ന് ചാടി നേറ്റു. മുഹമ്മദ് നബി അതിലേക്ക് വീഴ്ത്താൻ വേണ്ടി ഓടി വന്നു. അറിയാതെ ഇയാൾ തന്നെ ആ കുഴിയിലേക്ക് വീണു. ആര്? അബൂജഹൽ ആ ചതിക്കുഴിയിലേക്ക് വീണപ്പോ തലേ ദിവസം പറഞ്ഞിരിക്കുകയാണല്ലേ, മുഹമ്മദ് വരും, മുഹമ്മദ് വീഴും, നിങ്ങള് ആര് നോക്കണ്ട, അത് വീണ മുഹമ്മദ് തന്നെ കിങ്കരന്മാരോട് നിർദ്ദേശിക്കുകയാണ്. അബൂജഹൽ വലിയ വലിയ പാറക്കല്ലിന്റെ കഷ്ണങ്ങൾ എടുത്ത് മുഹമ്മദിന്റെ തലയിലേക്ക് വലിച്ചെറിയണമെന്ന് അബൂജഹലിന് നിർദ്ദേശം ഉണ്ടല്ലോ. ഈ വീണത് മുഹമ്മദ് വിചാരിച്ചിട്ട് അബൂജഹലിന്റെ കിങ്കരന്മാർ ആ കുഴിയിൽ കഴിയുന്ന അബൂജഹലിന്റെ തലയിലേക്ക് വലിയ വലിയ പാറക്കല്ലിന്റെ കഷ്ണങ്ങളെ വലിച്ചെറിയും. അയാള് വേദന ഏറിങ്ങനെ തിന്ന, വല്ലാത്ത വേദനയാണ്, സങ്കടമാണ്, ഏറിങ്ങനെ കൊള്ളാണ്. പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചു. തന്റെ കിങ്കരന്മാരോട് സങ്കടം ബോധിച്ചപ്പോ ആരും ഉണ്ടെന്നില്ല. ഇവരെ കല്ലും ഇവരുടെ പാസും ഇവിടെ വെസലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനമായി അബൂജഹൽ വിളിച്ചു, ഏ മുഹമ്മദേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു മുഹമ്മദ്, ഇല്ലെങ്കിൽ എന്നെ കൊന്നുകളയും. എന്നെ കൊന്നുകളയും, മുഹമ്മദെ രക്ഷപ്പെടുത്തണം. അല്ലാഹുവിന്റെ റസൂൽ കുഴിയിലോട്ടങ്ങനെ നോക്കുമ്പോ അബൂജഹലിന്റെ തല പൊട്ടി ശിരസ് പൊട്ടി ഇങ്ങനെ രക്തം ചാലിട്ടൊഴുകുകയാണ്. അബൂജഹൽ രക്തത്തിൽ മുങ്ങിക്കുളിക്കുകയാണ്. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനെ കൈനീട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദേ, എന്നെ രക്ഷപ്പെടുത്തണം, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല, നിനക്കൊരു സങ്കടം പോലും തരില്ല. റസൂലുള്ള പറഞ്ഞു, ഞാൻ രക്ഷപ്പെടുത്താം. ഒരു ഡിമാൻഡ് ഉണ്ട്, നീ ദീൻ വിശ്വസിക്കോ? ഞാൻ ജീവിച്ചിട്ട് വേണ്ടേ ദീൻ വിശ്വസിക്കാൻ? ഞാൻ ഇപ്പൊ മരിച്ചു, നീ പറയുന്ന എന്തിനും ഞാൻ തയ്യാറാണ്, ഏത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാണ്. ഈ ചതിക്കുഴിയിൽ നിന്ന്, എന്റെ കിങ്കരന്മാരിൽ നിന്ന്, എന്നെ കൊന്നെടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് അവരിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണം എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കീഴപേക്ഷിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ ചുമലിലുള്ള മേൽത്തട്ടമെടുത്തു അബൂജഹലിനെ ആ കുഴിയിലേക്ക് കൊണ്ടുപോയി ഇറക്കി കൊടുക്കാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് കുടുംബത്തിലുള്ള ഒരാളോട് പിണക്കാന്ന് വിചാരിക്കാം. ഒരാളുടെ നമ്മൾ പിണങ്ങി കിടക്കുകയാണ്, അയാൾ നിന്നെ 4 തെറി വിളിച്ചിട്ട് ഇങ്ങനെ പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് നല്ല മെസ്സേജ്, ദുആ കൊണ്ട് അഭ്യർത്ഥന. എന്നാൽ ഇന്ന കല്ലക്കട്ടയിലുള്ള അഹമ്മദ് ബൈക്ക് പോസ്റ്റിലേക്ക് ഇടിച്ചുകൊണ്ട് 2 കാളും പൊളിഞ്ഞ്. അൽഹംദുലില്ലാ, എന്റെ കറാമത്ത് കണ്ട, എന്നോട് കളിച്ചം കിട്ടുന്ന പണി ഇതാ. ഞാൻ പറയലേ, സംശയണ്ട? നമ്മൾ മെസ്സേജ് കണ്ട് വേദനിക്കല്ല, അൽഹംദുലില്ലാ എന്ന് പറയും. ഉറപ്പാണ്. കാരണം എന്താ? എന്നോട് കളിച്ചിട്ട് കിട്ടിയത് അല്ല എന്നെ സഹായിക്കാതിരിക്കല്ല. അടുത്ത കറാമത്തല്ലല്ലോ. മുട്ടത്തോടി പള്ളിന്റെ കറാമത്തിൽ അങ്ങനായി, എന്നോട് കളിച്ചിട്ടാകുമ്പോ കിട്ടിയില്ലേ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെയല്ലേ, നമ്മളെ വേദനിപ്പിച്ചവരുടെ, നമ്മളെ വിഷമിപ്പിച്ചവരെ, അവരുടെ കഥന കണ്ണീറുകൾ കാണാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ ചുമലിലുള്ള മേൽത്തട്ടമെടുത്തു. ഏത് ജാതിയത്? എന്റെ പ്രിയപ്പെട്ടവരെ, കൊമ്പനല്ല, കൊമ്പനാ, മൂർഖനാ. ആ മൂർഖനാകുന്ന അബൂജഹലിന് തന്റെ ശിരസിലുള്ള, തന്റെ ചുമലിലുള്ള മേൽത്തട്ടമെടുത്തുകൊണ്ട് ഇങ്ങനെ ഇറക്കി വിട്ടു കൊടുത്തു. അബൂജഹൽ ഒന്നും ചിന്തിച്ചില്ല, ഇപ്പൊ കൊന്നുകളയും, അവരെല്ലാം മാറ്റി നിർത്തി കിങ്കരന്മാരെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ മേൽത്തട്ടം പിടിച്ചുകൊണ്ടവൻ തുരുതുരാ മുകളിലേക്ക് ഉയർന്നു വന്നു. ആര്? അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. അങ്ങനെ വന്ന് രക്തമൊക്കെ തടകി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചോദിച്ചു, എന്താ ഈ അബൂജഹൽ നമ്മളെ കരാറ്? എന്ത് കരാറ്? അതാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ മറക്കുന്ന ആൾ അബൂജഹലിന്റെ സ്വഭാവമുള്ള അനുയായികളാണ്. അബൂജഹലിന്റെ അനുയായികൾ പറഞ്ഞത് ഓർമ്മയില്ല. എന്താ കരാറ്? കരാറൊന്നുമില്ല. ഞാൻ നേരത്തെ എന്താ പറഞ്ഞോട്, ദീൻ വിശ്വസിക്കും, ദീൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞതല്ലേ നീ ഇപ്പൊ എന്തായാലും സ്വീകരിക്കണ്ടേ? അയാൾ പറഞ്ഞു, മുഹമ്മദേ, നീ കെണിയനാണ്, നീ കുതന്ത്രനാണ്, നീ ദുർമന്ത്രവാദിയാണെന്ന് എനിക്കറിയാം. നീ എന്നെ രക്ഷപ്പെടുത്തിയതല്ല, നീ എന്നെ ചതിച്ചതാണ്. നിന്റെ ദീന് ശരിയല്ല മുഹമ്മദേ, നീ മോശപ്പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുത്തിയ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. അബൂജഹൽ
കാർക്കിച്ചു തുപ്പി, ശകാര വാക്കുകൾ പറഞ്ഞു, കുറ്റപ്പെടുത്തി ആക്ഷേപിച്ച് നേരെ ഓടി തന്റെ വീട്ടിലേക്ക്. രക്തത്തിൽ മുരുകി കിടക്കുന്ന, രക്തത്തിൽ ചാലിട്ടൊഴുകുന്ന അബൂജഹൽ നേരെ വീട്ടിലേക്ക് ഓടി. തന്റെ വീടിന്റെ ചാരിക്കസയിലിരിക്കുമ്പോ കൂടെ വന്ന സ്വഹാബത്ത് പറഞ്ഞു, ഇനിയില്ല, എനിക്കൊന്നും പ്രശ്നമില്ല, നമ്മ പുരക്ക് പോവാ. റസൂൽ വിടുന്ന നമ്മളാണെങ്കിൽ എന്തൊക്കെ ചെയ്യട്ടെ, എത്ര ആൾക്ക് ഫോൺ, എത്ര ആള് വരട്ടി, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് ആകെ ഉള്ളവനില്ലാതെ പോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ മാറ്റി നിർത്തി നേരെ പോയി അബൂജഹലിന്റെ വീട്ടിലേക്ക്. അബൂജഹലിന്റെ തലയോടി അബൂജഹലിന് സമാശ്വാസനത്തിന്റെ വാക്കുകൾ പറഞ്ഞു, അബൂജഹലിനെ മന്ത്രിച്ചു, അബൂജഹലിന് ദുആ ചെയ്തു. ആരാ? കാമിൽ റസൂലുള്ളാഹി ഖാതിം ഹബീബുല്ലാഹി, കാമിൽ റസൂലുള്ളാഹി ഖാതിം ഹബീബുല്ലാഹി, തമായുദിച്ച നൂറേ ഹബീബ് നജിയുല്ലാഹി, തമായുദിച്ച നൂറേ ഹബീബ് നജിയുല്ലാഹി, ഉരുകുന്ന മരുമരുളത്തൽ മലർവാടി വിരിച്ച ഗുരുപുതർ ജനിച്ചിടുന്നേ. കരകരകഥനത്തിൽ അലയുന്ന മനുഷ്യർക്ക് അറിവിന്റെ കുളിർമഴ ചൊരിഞ്ഞിടുന്നേ. കാമിൽ റസൂലുള്ളാഹി ഖാതിം ഹബീബുല്ലാഹി. അബൂജഹൽ നേരെ ഓടുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂജഹലിന്റെ ദുർമന്ത്രവാദങ്ങൾ കേൾക്കാതെ, അവന്റെ ശകാരങ്ങൾ കേൾക്കാതെ നേരെ സ്വഹാബത്തിനെ പിന്തള്ളിക്കൊണ്ട് അബൂജഹലിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. അബൂജഹലിന്റെ സമാശ്വാസനത്തിന്റെ വാക്കുകൾ പറയുകയാ, അബൂജഹലിനെ മന്ത്രിക്കുകയാ, അബൂജഹലിനെ ദുആ ചെയ്യുകയാണ്. ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബം എന്ന് പറഞ്ഞാൽ. ആര് നിന്നെ വേദനിപ്പിക്കട്ടെ, ആര് നിന്നെ കുറ്റപ്പെടുത്തട്ടെ, ആര് നിന്നെ ശകാരിക്കട്ടെ, ആര് നിന്നെ കല്ലെറിയട്ടെ, ആര് നിന്നെ ചീത്ത വിളിക്കട്ടെ, ആര് നിന്റെ പേരിൽ ഇല്ലാത്ത കഥകൾ നാട് മുഴുവനും പരത്തട്ടെ, ഇദാ ഖതഅതു റഹിമഹു വസലഹ, ഇദാ ഖതഅതു റഹിമഹു വസലഹ, നീ മുറിച്ച ബന്ധത്തെ ചേർക്കാൻ വേണ്ടി പോകുമ്പോ നിന്നെ അവൻ ആക്ഷേപിച്ചാലും കുറ്റപ്പെടുത്തിയാലും, നിന്നെ വേണ്ട എന്ന് വെച്ചാലും, നിന്നെ വേണ്ട എന്ന് വെക്കുന്നവരെ നിനക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബന്ധം പുലർത്തുന്നവരാണ് കുടുംബബന്ധം പുലർത്തുന്നവനെന്ന് മുത്തുനബി പറയുമ്പോ, ആ കുടുംബബന്ധം പുലർത്തുന്നവനാണ് അല്ലാഹു ദീർഘായുസ് നൽകുക. ആ കുടുംബബന്ധം പുലർത്തുന്നവനാണ് അല്ലാഹു ആഫിയത്ത് നൽകുക. ആ കുടുംബബന്ധം പുലർത്തുന്നവനാണ് അല്ലാഹു അവന്റെ പരിശുദ്ധമായ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കുക. ആ ബന്ധങ്ങളെ പുലർത്തുന്നവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പരിശുദ്ധ ലോകത്ത് അവരുകൾക്ക് പകരം സ്വർഗത്തിന്റെ രമ്യാർമ്യങ്ങളെയും മണിമാളികകളും നൽകുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബം വലിയ വിഷയമാണ്, കുടുംബബന്ധം വലിയ വിഷയമാണ്. ആരോട് നിങ്ങൾ പിണങ്ങി കിടന്നിട്ടുണ്ടോ, ആരോട് നിങ്ങൾ ശകാരവാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ, ആരുടെ പേര് നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടോ, അത് സംഘടനയുടെ പേരിലാവട്ടെ, അത് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാവട്ടെ, അത് രാഷ്ട്രീയ തർക്കത്തിന്റെ പേരിലാവട്ടെ, അത് വഴിമുടക്കിന്റെ പേരിലായാലും എന്തായാലും പ്രശ്നമില്ല. പ്രിയപ്പെട്ടവരെ, നിന്നെ വേണ്ട എന്ന് വെച്ചവനെ, നിന്നെ തള്ളിക്കളഞ്ഞവനെ, നിന്നെ ആക്ഷേപിച്ചവനെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടായാൽ ഈ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അത് മുഖേന നിനക്ക് ദീർഘായുസ് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ദീർഘായുസ് കിട്ടാനുള്ള രണ്ടാമത്തെ മാർഗം മഹാനായ മൂസാ നബിയോട് അല്ലാഹു തആല പറഞ്ഞു. അല്ലാഹു നേരിട്ട് മൂസാ നബിയോട് പറഞ്ഞതാണ്, ദീർഘായുസ് വേണോ? മൂസാ നബിയോട് ആരാ? അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽപ്പെട്ട പ്രധാനപ്പെട്ട പ്രവാചകനല്ലേ, ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനല്ലേ, നാളെ ഈ ലോകത്തിന്റെ നേതാവ്, നമുക്ക് ശുപാർശ ചെയ്യുന്ന നേതാവ്, ഇസ്രാഫീലിന്റെ സൂഹർ എന്ന രണ്ടാമത്തെ കാഹളം മുഴുകുമ്പോ അല്ലാഹുവിന്റെ
ലോകത്തേക്കുള്ള പ്രയാണത്തിന് വേണ്ടി തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുമ്പോ മദീനത്തെ റൗളാ ശരീഫ് പിളർന്നുകൊണ്ട് എഴുന്നേൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ ഒരാളെ എഴുന്നേറ്റ് നിന്ന് കാണുകയാ. എന്നെക്കാളും മുമ്പ് എഴുന്നേറ്റ ഒരു മനുഷ്യനുണ്ട്. ആരാണെന്നറിയോ? മഹാനായ സയ്യിദുനാ മൂസ. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, മൂസാ നബിയോട് അല്ലാഹു പറയുകയാണ്, യാ മൂസാ, ഓ മൂസാ നബിയേ. മൂസാ നബിയോട് അല്ലാഹു തആല പറയുകയാണ്, വക്കിർ വാലിദൈക വക്കിർ വാലിദൈക. മൂസാ, നിന്റെ മാതാപിതാക്കളെ ആദരിക്കണേ, നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണേ, നിന്റെ മാതാപിതാക്കളെ സ്നേഹിക്കണേ, നിന്റെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യണേ, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണേ. കാരണം എന്തെന്നറിയോ? ആരെങ്കിലും ഒരാൾ മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ, മാതാപിതാക്കളെ ആദരിച്ചാൽ, മാതാപിതാക്കളെ സ്നേഹിച്ചാൽ, മാതാപിതാക്കൾക്ക് വേണ്ടുന്ന സൗകര്യം ചെയ്തു കൊടുത്താൽ, മാതാപിതാക്കളുടെ പരിശുദ്ധമായ ജീവിതത്തിൽ ഒരു ഇണയായാൽ, തുണയായാൽ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ചാൽ, മഹാനായ മൂസാ നബിയോട് അല്ലാഹു തആല പറയുകയാണ്, മദത്തു ഫീ ഉംരിഹി, അവന് ഞാൻ ദീർഘായുസ് നൽകുകയാ, അവന് ഞാൻ ദീർഘായുസ് നൽകുകയാ. മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞതാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക. ഇന്നത്തെ തലമുറ പദം പതിച്ചു പോയില്ലേ? മിനിയാന്നല്ല, ഇന്നലെയല്ല, മിനിയാന്നാണ് എന്റെ പ്രിയപ്പെട്ട പല സോഷ്യൽ മീഡിയകളിൽ പറയുന്നത്, തന്റെ പ്രിയപ്പെട്ട കാമുകന് വേണ്ടി, തന്റെ പ്രിയപ്പെട്ട കാമുകന് വേണ്ടി 14-കാരിയായ പെണ്ണ്, കൂടുതലൊന്നും നോക്കില്ല, 14 കൗമാരക്കാരിയായ ഒരു പെണ്ണ്, തന്റെ പ്രിയപ്പെട്ട ഉമ്മ അവൾ പ്രേമിച്ച കാമുകനെ നിരസിക്കുന്നു. നിന്റെ പഠിത്തത്തിന്റെ സമയമാണ്, നമുക്ക് പയ്യെ നോക്കാന്ന് പറഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട കാമുകരെയും വിളിച്ചു വരുത്തി പാതിരാത്രിയുടെ യാമങ്ങളിൽ തലയണി വെച്ച ഉമ്മയെ ശ്വാസം മുട്ടിച്ചു കൊന്ന ലോകത്ത് ആലോചിക്കണം. വലിയൊരു സങ്കടത്തിന്റെ ലോകമാണ്. പറ്റൂല പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പറ്റില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വയനാട് ജില്ലയിൽ ഒരു വയലിന് പോയപ്പോ ഒരു ഉമ്മ പറഞ്ഞ കഥ ഓർമ്മ വരികയാണ്. താലോലിച്ചു വളർന്നു പോയ പാവപ്പെട്ട ഉമ്മയെ മറക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, ചുണ്ടു ചുകന്ന ഭാര്യ കിട്ടുമ്പോ, ആരോഗ്യമുള്ള മക്കളെ കിട്ടുമ്പോ, താനും തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളും സ്വന്തം ജീവിതത്തിന് വേണ്ടുന്ന വഴികൾ മാത്രം കണ്ടെത്തുക വഴി ഒരു വീട് വെച്ച് ആ വീടിന് ചുറ്റുമതിൽ കെട്ടി തന്റെ പ്രിയപ്പെട്ട കുടുംബത്തോട്, മാതാപിതാക്കളോട്, ഭാര്യ പ്രിയപ്പെട്ടവരോട് ഒരു ബന്ധവുമില്ലാതെ, തന്റെ അയൽക്കാരോട് ഒരു ബന്ധവുമില്ലാതെ, അല്ലാഹുവേ ഭാര്യക്കും പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന, ഭാര്യ പറഞ്ഞതുപോലെ കേൾക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, യുവത്വമേ, അല്ലാഹുവിന്റെ ഭൗതിക ലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിക്കുന്ന, കാണുന്ന, കേൾക്കുന്ന കഥന കണ്ണീരുകൾ എത്രയാ. വയനാട് ജില്ലയിൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് വഴുതിന് പോയപ്പോ, വഴുത് കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോയപ്പോ ഒരു പാവപ്പെട്ട ഉമ്മ എന്റെ അടുത്ത് വന്നിരുന്നു. ആരിനരികിൽ വന്നിരുന്നു കൊണ്ട് ആ ഉമ്മ സലാം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവര് 65 വയസ്സുള്ള ഒരു ഉമ്മയാണ്. അല്ലാഹുവേ പടച്ചവൻ ആഫിയത്തുണ്ട്, ഉമ്മാക്ക് ആരോഗ്യമുണ്ട്. ഒരു സ്വർഗത്തിനെ ഓർമ്മിപ്പിക്കുന്ന, സ്വർഗത്തിന്റെ മനോഹാരിതകളെ ഓർമ്മിപ്പിക്കുന്ന വീടിന്റെ കത്തളത്താ പോയത്. ബാത്റൂമിൽ പോലും AC-യാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള വീടിന്റെ കത്തളത്ത് കഴിയുന്ന ഉമ്മ പറയുന്നു, ഉസ്താദേ, ഞാനൊന്ന് മരിക്കാൻ ദുആ ചെയ്യണം ഉസ്താദേ. ഞാൻ വിചാരിച്ച ആ ഉമ്മാക്ക് വല്ല രോഗങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, 4 മക്കളുള്ള ഈ സ്വർഗം പോലൂത്ത വീടിന്റെ കത്തളത്ത് കഴിയുന്ന നിങ്ങൾ എന്തിനാ മരിക്കാൻ ആഗ്രഹിക്കുന്നത്? സുന്ദരന്മാരായ മക്കളാണ്, സുമുഖന്മാരായ മക്കളാണ്, ആഫിയത്തും ആരോഗ്യമുള്ളവരാണ്, നല്ലതുപോലൂത്ത ജീവിതത്തിന്റെ സുന്ദരമായ നിമിഷങ്ങളെ പൂണിപ്പിക്കാൻ കാത്തു നിൽക്കുന്നവരാ. ആ സമയത്ത് ആ ഉമ്മ പറയുകയാണ്, പ്രിയപ്പെട്ട ഉസ്താദേ, ഞാൻ ഈ വീട്ടുകാരിയല്ല ഉസ്താദേ, ഞാൻ ഈ വീട്ടുകാരിയല്ല, ഞാൻ വീടിന്റെ വേളക്കാരിയാണ്, ഇവരുടെ ഉമ്മയല്ല എന്ന് പറയുമ്പോ ആ ഉമ്മയുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ആ ഉമ്മ പറയുകയാണ്, ഈ വീടിന്റെ വേളക്കാരിയാണ് ഞാൻ. ആ ഉമ്മ പറയുന്നു, ഉസ്താദേ, എന്റെ ജീവിതം വല്ലാത്ത സങ്കടമാണ്. ഈ വീട്ടിലേക്ക് ഞാൻ എത്താനുണ്ടായ കാരണം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ പറയുകയാണ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ
എന്റെ ഭൗതിക ലോകത്ത് എന്റെ കുടുംബത്തോടൊപ്പം കഴിഞ്ഞിരുന്ന എനിക്ക് കല്യാണ പ്രായമെത്തിയപ്പോ നല്ല സുമകനായ ഒരാളെ എനിക്ക് കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചു. റാഹത്തുള്ള ജീവിതമാ, സന്തോഷമുള്ള ജീവിതമാ, ഒരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാത്ത സന്തോഷത്തിന്റെ ജീവിതത്തിൽ അല്ലാഹു ഞങ്ങൾക്കൊരു കുഞ്ഞുകാല് കാണാൻ അവസരം തന്നില്ല ഉസ്താദ്. വർഷങ്ങളോളം പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അല്ലാഹു വർഷങ്ങളെ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു കുഞ്ഞു തന്നു. അല്ലാഹു വർഷങ്ങൾ പിന്നിട്ടപ്പോ ഞങ്ങൾക്കൊരു കുഞ്ഞു തന്നു. ആ കുഞ്ഞിനെ ഞങ്ങളെ പൊന്നോമനെ വളർത്തി. ആണ് കുഞ്ഞാണ് ഉസ്താദേ, സന്തോഷത്തോടെ വളർത്തി. അൽഹംദുലില്ലാഹ്. ജീവിതത്തിന്റെ പ്രതീക്ഷകൾ ഇങ്ങനെ പൂവണിയുന്ന സമയമാണ്. ആ കുഞ്ഞിന് 4 വയസ്സാകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹധർമ്മനുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, എനിക്കെന്തിനും താങ്ങും തണലുമായി ജീവിച്ചിരുന്ന ഭർത്താവ് ഈ ലോകത്തു നിന്ന് യാത്രയായി. ആ പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ്, ഇങ്ങനെ യാത്രയായപ്പോ എന്റെ കുടുംബക്കാർ പലരും നിർബന്ധിച്ചു, പലരും എന്നെ നിർബന്ധിച്ചു ഒരു കല്യാണം കഴിക്കാൻ. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. കാരണം എന്തേ? എന്റെ പ്രിയപ്പെട്ട അവിടത്തെ പൊന്നുമോനുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട പൊന്നുമോനത് പ്രയാസമാവും, അവനെ നോക്കാൻ ആളുകളില്ല എന്ന് തീരുമാനിക്കും. പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം ഞാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഒരു ഉപ്പാന്റെ തണൽ കിട്ടാതെയാവും, ഉമ്മാന്റെ തണൽ കിട്ടാതെയാവും എന്നുള്ള ഭയം വന്നു. മഹാനായ സയ്യിദ് അവറുകൾ നമ്മുടെ ഈ പരിശുദ്ധ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് പുറത്തു നിൽക്കുന്ന എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് ഒരു 5 മിനിറ്റ് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുറത്തു നിൽക്കുന്ന എല്ലാ ആളുകളും മൗലിദിന്റെ സദസ്സൊക്കെ ആരംഭിക്കുകയാണ്. എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് വന്നുകൊണ്ടിരുന്ന് ഈ പരിശുദ്ധ സദസ്സിനെ ഭംഗിയാക്കുക, ധന്യമാക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇരിക്കുന്ന ഓരോരുത്തർക്കും ആഫിയത്തും ആരോഗ്യം നൽകുക. ആ ഉമ്മ പറയുകയാണ്, പ്രിയപ്പെട്ട ഉസ്താദേ, ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഇഷ്ടപ്പെട്ടപ്പോ ഏതെങ്കിലും ഒരു കല്യാണത്തിലൂടെ ഒരു ഇണയെ തേടി പോയാൽ അവന്റെ ഉമ്മാന്റെ സ്നേഹം എനിക്ക് കിട്ടാതിരിക്കുമല്ലോ എന്ന ഭയത്തോടുകൂടെ ഞാൻ കല്യാണം നിരസിച്ചതാണ്. പൊന്നുമോനെ വളർത്തി വലുതാക്കി. ഞാൻ എന്റെ ജീവിതത്തിനുള്ള മാർഗം കണ്ടെത്തിയത് എങ്ങനെയാണെന്നറിയോ? പൊന്നുമോനെ നല്ല രീതിയിൽ പോറ്റണമല്ലോ. അതിനുള്ള മാർഗം ഞാൻ കണ്ടെത്തിയത് ആരാന്റെ വീട്ടിൽ പോയി അവരുടെ അടുക്കളയുടെ പണിയെടുക്കാൻ, അവരുടെ പാത്രം കഴുകാൻ, വസ്ത്രം കഴുകാൻ. ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ സന്തോഷത്തോടുകൂടെ. അതിൽ സന്തോഷം കണ്ട് എന്റെ മകന്റെ ജീവിതമാണെന്ന് വലുത് എന്ന് കരുതി ഞാൻ 10ാം ക്ലാസ് വരെ അങ്ങനെ പണിയെടുത്തു. അങ്ങനെ 10 കഴിഞ്ഞ് പൊന്നുമോന് പറഞ്ഞു, ഞാൻ സയൻസ് എടുത്തുകൊണ്ട് ഒരു എഞ്ചിനീയർ ആവാനാണ് എനിക്ക് ആഗ്രഹം. ആ മകന്റെ ആഗ്രഹം പൂവണിയിക്കാൻ ഞാൻ ഫീസ് കെട്ടണമല്ലോ. അതിന് വേണ്ടി ഞാൻ പാറക്കല്ലുകളടക്കം ചുമന്നുകൊണ്ട് ആ പൊന്നുമോന്റെ ജീവിതം പുണിയിപ്പിക്കാൻ വേണ്ടി, ആ പൊന്നുമോന്റെ ജീവിതത്തിന്റെ സുന്ദരമായ ഭാവിക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാഹ് അങ്ങനെ അവന് പഠിച്ചു വലുതായി. അൽഹംദുലില്ലാഹ് അങ്ങനെ ഒരു എഞ്ചിനീയറായി. നാട്ടിൽ ജോലിയെടുത്ത് കിട്ടുന്ന ശമ്പളം പോരാ എന്ന് ഗൾഫ് രാജ്യം ആശ്രയിച്ചവൻ ഓടുകയാണ്. പിന്നെ സന്തോഷമല്ലേ? ചെയ്തു പോയ പണികൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ് പിന്നെ ഞാൻ കണ്ടെത്താൻ തുടങ്ങിയത്. സന്തോഷത്തോടെ 1-2-3 വർഷം കഴിയുമ്പോ കല്യാണ പ്രായമെത്തിയ പൊന്നുമോനോട് ഞാൻ പറഞ്ഞു, പൊന്നുമോനെ ഒരു കല്യാണം കഴിക്കണ്ടേടാ. ചുരുക്കി പറയട്ടെ, ആ പൊന്നുമോന് കല്യാണത്തിന് തയ്യാറായി. അങ്ങനെ കല്യാണവും നാട്ടിൽ വന്ന് കഴിച്ചു. ആ പൊന്നുമോന് തിരിച്ചുപോയി. 6 മാസം കഴിഞ്ഞ് തിരിഞ്ഞു വരുമ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് മിണ്ടുന്നില്ല. ആ പൊന്നുമോന്റെ മനസ്സിൽ വിഷമമാണ്, വേദനയാണ്, സങ്കടമാണ്, വെപ്രാളമാണ്, ഒന്നും പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ തലമന്ത്രണത്തിൽ, തലയണ മന്ത്രത്തിൽ ആ പ്രിയപ്പെട്ടവൻ ഒഴുങ്ങിപ്പോയതാണ്, അതിൽ പെട്ടുപോയതാണെന്ന് മനസ്സിലാക്കി ഉമ്മ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ പൊന്നുമോന് 2 ദിവസം കഴിയുമ്പോ ശരിയായി. അങ്ങനെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോയി. ആ ഉമ്മ പറയുകയാണ്, പിന്നെ ഒരു 4 മാസം കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ എന്റെ പൊന്നുമോന് വീട് കയറി വരുമ്പോ എന്തോ ഒരു അങ്കലാപ്പ്, എനിക്കറിയില്ല. എപ്പോഴും വിളിച്ചു വരാറുള്ള പൊന്നുമോന്റെ ഏറ്റവും വലിയ ആ ഒരു വറവ് എനിക്കറിഞ്ഞില്ല ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ പറയുകയാണ്. അങ്ങനെ ആ പൊന്നുമോനുണ്ടല്ലോ, അന്നത്തെ ദിവസം എന്നിൽ മിണ്ടിയില്ല, എന്നോട് മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം എന്നെ അടിച്ചു മർദ്ദിച്ച് ശകാരിച്ചു കുറ്റപ്പെടുത്തി. ആ പൊന്നുമോന്റെ ശകാരങ്ങളെല്ലാം
ഞാൻ കേട്ടപടന്ന് അടങ്ങി ഒതുങ്ങിയിരുന്നു മോനല്ലേ. ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഒരു വാക്കിന് പോലും ഞാൻ വില കൽപ്പിച്ചില്ല. എന്റെ പള്ളയിൽ കടന്നവനല്ലേ, എന്റെ തങ്കക്കുടമല്ലേ, സാരമില്ല വേദനയില്ല എന്ന് ആശ്വസിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോഴാണ് 2 ദിവസം കഴിയുമ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോനും എന്റെ മരുമകളും എന്റെ അടുത്ത റൂമിൽ കഴിയുമ്പോ വന്ന് ചോദിക്കുന്നത്, പ്രിയപ്പെട്ട ഉമ്മ, ഞങ്ങൾക്ക് മാഫ് തരണം ഉമ്മ, ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഞങ്ങൾക്ക് മാഫ് തരണം ഉമ്മ എന്ന് ആ പ്രിയപ്പെട്ട മകൻ അവിടെ നിന്ന് വന്ന് ഉമ്മയോട് ഒരു വേദന പറയുമ്പോ, സങ്കടം പറയുമ്പോ ആ ഉമ്മ പൊന്നുമോന്റെ കൈകൾ പിടിച്ച് മാഫ് കൊടുക്കുകയാണ്. ആ ഉമ്മ പറഞ്ഞ കഥയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണീരാണ് ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട പയോട്ടയിലുള്ള ചെറുപ്പക്കാരാ, ഒരിക്കലും അങ്ങനെയാവരുത്. ആ ഉമ്മ പറയുകയാണ്, അങ്ങനെ അന്ന് രാത്രി മഗ്‌രിബ് കഴിഞ്ഞ് പ്രിയപ്പെട്ട പൊന്നുമോന് പറഞ്ഞു, ഉമ്മാ നമുക്ക് സന്തോഷമല്ലേ, ഉമ്മാ നമുക്ക് വലിയ ആഗ്രഹമല്ലേ, ഇന്ന് ഒരുപാട് കാലമായില്ലേ വീട്ടിൽ കിടന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഒരു വലിയ ഹോട്ടലിൽ പോയി റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിച്ചാലോ? ആ ഉമ്മ സമ്മതിക്കുകയാണ്. ചുരുക്കി പറയട്ടെ, അങ്ങനെ ഉമ്മയും മോനും മരുമകളും വാഹനം കയറുകയാണ്. വിലപിടിപ്പുള്ള പൊന്നുമോന്റെ വാഹനത്തിൽ കയറി ഉമ്മ യാത്ര ചെയ്യുകയാ. ദിവസങ്ങളോളം ശകാരിച്ച, കുറ്റപ്പെടുത്തി, ആക്ഷേപിച്ച തല്ലുകളും മർദ്ദനമുറകളും കേട്ട പ്രിയപ്പെട്ട ഉമ്മ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുമ്പോ ഒരുപാട് റെസ്റ്റോറന്റുകൾ കാണുകയാ, ഒരുപാട് ഹോട്ടലുകൾ കാണുകയാണ്. ആ പൊന്നുമോനെവിടെയും നിർത്തുന്നില്ല, ആ പൊന്നുമോനെവിടെയും വണ്ടി നിർത്തുന്നില്ല. നേരെ സഞ്ചരിച്ചു. പാതിരാ സമയമായി. ഉമ്മ അങ്ങനെ ഉറങ്ങിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, പാതിരാ സമയത്ത് ആ പൊന്നുമോന് കൊണ്ടുപോയി ഇറക്കുന്നത് ഒരു വനാന്തരാളത്തിലാ. പാവപ്പെട്ട ഉമ്മ ചാടി നേറ്റു നോക്കുമ്പോ വലിയ ഒരു വനാന്തരാളമാണ്. മരുമകളും മകനും കൊണ്ടുപോയി വലിച്ചെറിയുകയാണ്, കാട്ടിൽ വലിച്ചെറിയുകയാ. അല്ലാഹുവേ പടച്ചവനെ, ആ ഉമ്മ കഥന കണ്ണീർ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പറയുകയാ. അല്ലാഹുവേ, ആ ഉമ്മ തിരിച്ചു കൂടി വരികയാ. മോനെ വൃദ്ധാശ്രമത്തിൽ വിട്ടാലും സാരമില്ല, ഇവിടെ വലിച്ചെറിയല്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു വരുമ്പോ മരുമകളും പ്രിയപ്പെട്ട പൊന്നുമോനും അവരുടെ വാഹനം കയറി ഓടുകയാണ്. അങ്ങനെ ഓടി വന്നു ഉസ്താദേ, ആ വനാന്തരാളത്തിൽ കാട്ടിൽ നിന്ന് ഓടി വന്ന് അവിടെയുള്ള രാജപാതയിൽ ഇങ്ങനെ നിൽക്കുമ്പോ പാതിരാ 2:30 മണി മുതൽ അല്ലാഹുവേ പടച്ചവനെ ഒരു വാഹനവും നിർത്തുന്നില്ല, ഒരു വണ്ടി പോലും ഞാൻ കൈ കാണിക്കും അവർക്ക് പേടിയാ പേടിയാ. അവർ ആരും നിർത്താതെ അങ്ങോട്ട് പോകുമ്പോ പുലർച്ചെ അന്നത്തെ പുലരി എവിടെന്ന് പുലർന്നപ്പോ, പ്രഭാതം പൊട്ടി വിടർന്നപ്പോ ഈ വീട്ടുകാർ ഒരു വാഹനവുമായി കടന്നു വന്ന് എന്റെ കണ്ണീര് പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ്, എന്നെ കയറ്റിക്കൊണ്ടുവന്ന് 4.5 വർഷമായി ഉസ്താദ് ഈ വീട്ടിൽ ഞാൻ കഴിയുന്നത്. എന്റെ മകൻ ഇന്നേ വരെ ഒരു ഫോൺ വിളിച്ചിട്ടില്ല, എന്റെ മകന് തിരിഞ്ഞു നോക്കിയിട്ടില്ല, എന്റെ മകൻ എന്നോടൊരു നല്ല വാക്ക് സംസാരിച്ചിട്ടില്ല. ഏത് വാളിന്റെ വേദികളിൽ പോവുകയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ ഓർമ്മ പറയും, അവരെ കാര്യങ്ങൾ പറയുമ്പോ എനിക്ക് ഓർമ്മ വരാറുണ്ട്, പറയാറുണ്ട്. ഇത് കേട്ടിട്ടെങ്കിലും ആ പൊന്നുമോന് നന്നായാരോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മ ദുനിയാവിന്റെ ജീവിതത്തിന്റെ പൊന്നുമോന്റെ കഥകൾ പറയുമ്പോ, ആ ഉമ്മയുടെ നൊമ്പരത്തിന്റെ കണ്ണീരിന്റെ കഥനകൾ പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, ആവരുതേ ആവരുതേ, ദീർഘായുസ് കിട്ടൂല മോനെ, നിന്റെ ജീവിതം തകർന്നു പോകും മോനെ. മാതാപിതാക്കളെ ഒരു തുള്ളി കണ്ണുനീര് കൊണ്ട് നീ വേദനിപ്പിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞവർ അവസാനത്തെ ഹദീസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുത്ത് റസൂലുള്ളാഹി പറയുകയാണ്, കുല്ലു ദുനൂബി യഗ്ഫിറുല്ലാഹു മിൻഹാ മാശാ ഇലാ യൗമിൽ ഖിയാമ. മാതാവ് അങ്ങനെയാണ്, ഉമ്മ അങ്ങനെയാണ്. അല്ലാഹു തആല ഖുർആനിൽ വെല്ലുവിളിയുടെ സ്വരത്തോട് ചോദിച്ചതും അതാണ്. ഫൽയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ. മോനെ, നിനക്ക് ആഫിയത്തുണ്ടടാ, നിനക്ക് ആരോഗ്യമുണ്ടടാ, നിനക്ക് കൊഴുപ്പുണ്ടടാ. മോനെ, നിന്റെ പൂർവ്വകാല ജീവിതത്തെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? ഫൽയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ. നിന്റെ പൂർവ്വകാലത്തെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോടാ? ഇന്ന് 80 കിലോയുള്ള എന്റെ കല്ലകട്ടക്കാരാ, ഇന്ന് 65 കിലോയുള്ള ചെറുപ്പക്കാരാ, നിന്റെ 15 വയസ്സുള്ള, നിന്റെ 25 വയസ്സുള്ള, നിന്റെ 40 വയസ്സുള്ള നിന്റെ ജീവിതമുണ്ടല്ലോ. ഈ ദുനിയാവിലേക്ക് നീ പിറന്നു വീഴുന്നതിന്റെ മുമ്പ് ഇന്ന് 85 കിലോയുള്ള ആരോഗ്യം
ആരോഗ്യമുള്ള ആഫിയത്തുള്ള പണമുള്ള പ്രൗഢിയുള്ള അധികാരമുള്ള സുന്ദരിയും സുഭഗീയമായ ഭാര്യയെ കിട്ടുമ്പോ മറക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആരോഗ്യമുള്ള മക്കളെയും കൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടി ഉമ്മയും ഉപ്പയും വൃദ്ധാശ്രമത്തിലേക്ക് തള്ളിക്കളയാ. പാവപ്പെട്ട ഉമ്മയും വാപ്പയും വീടിന്റെ അകത്തളത്തുള്ള ഒരു റൂമിൽ ഉപ്പിൻചാക്കിനെ പോലെ വലിച്ചെറിയാൻ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ മോനെ, അന്ന് നീ ഒരു ദുർബലനായ ജീവിയായിരുന്നു. പാവപ്പെട്ട വാപ്പയുണ്ടല്ലോ, പ്രഥമരാത്രി എന്ന് പറയുന്ന സുന്ദരമായ മുഹൂർത്തത്തിൽ നിന്റെ ഉമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ, പ്രഥമരാത്രി എന്ന് പറയുന്ന സുന്ദരമായ മുഹൂർത്തത്തിൽ ആ പ്രിയപ്പെട്ട വാപ്പാന്റെ മുതുകിൽ നിന്ന് ഒലിച്ചുപോയ ഒരു സ്പൂണ് ദ്രാവകമുണ്ടല്ലോ, ആ ഒരു സ്പൂണ് ദ്രാവകത്തിൽ നീ ഒരാള് മാത്രമല്ല ഉണ്ടായിരുന്നത്. ഇന്നത്തെ ശാസ്ത്രലോകം പറയുകയാണ്, മോനെ, നിന്നെ പോലൂത്ത 1 കോടി ജീവജാലങ്ങൾ അതിലുണ്ടായിരുന്നു. ആ 1 കോടി ജീവജാലങ്ങളിൽ അല്ലാഹു എല്ലാത്തിനെയും നശിപ്പിക്കുകയാണ്. 99,99,099 അല്ലാഹു നശിപ്പിച്ച് ഒരാള് മാത്രമാ നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കയറിയത്. ആ ഒരാളാണ് ഈ നിൽക്കുന്ന അബ്ദുൽ കരീം ഫൈദി, ആ ഒരാളാണ് ഇരിക്കുന്ന നിങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെങ്ങാനും അങ്ങനെ ആ ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് കയറുമ്പോ നിന്റെ വലിപ്പം എത്രയാണെന്നറിയോ? ഇന്ന് 85 കിലോയുള്ള, ഇന്ന് 65 കിലോയുള്ള, ഇന്ന് 77 കിലോയുള്ള പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട പെങ്ങളെ, ഒന്നുമല്ലാത്ത നീ ഉണ്ടല്ലോ, 1 സ്പൂണ് ദ്രാവകത്തിലൂടെ ഉമ്മാന്റെ കൊച്ചു ലോകത്തേക്ക് കയറുമ്പോ കണ്ണിന് കാണാത്ത 1 ഗ്രാം പോലും ഇല്ലാത്ത മുട്ടുസൂചിന്റെ അഗ്രത്തിന്റെ വലിപ്പത്തില് നിന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് കയറുമ്പോ, അന്ന് നിനക്ക് ആരോഗ്യമില്ല, അന്ന് നിനക്ക് അധികാരമില്ല, അന്ന് നിനക്ക് പണമില്ല, അന്ന് നിനക്ക് സൗന്ദര്യമില്ല, അന്ന് നിനക്ക് കൊഴുപ്പില്ല, അന്ന് നിന്റെ നാട്ടിൽ സ്വീകരിക്കാൻ ആളുകളില്ല, അന്ന് നിന്നെ നോക്കാനോ തിരിഞ്ഞു നോക്കാനോ ആളുകളില്ല. ആ ഒറ്റപ്പെട്ട ഗർഭാശയത്തിന്റെ അകത്തളത്ത് 1 മില്ലിഗ്രാം പോലും ഇല്ലാത്ത, കണ്ണിന് കാണാത്ത മുട്ടുസൂചിന്റെ അഗ്രത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത ആ നിന്നെയുണ്ടല്ലോ, ആ ഉമ്മ ഗർഭപാത്രത്തിൽ സംരക്ഷിച്ച് പടച്ചറപ്പേ, വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സഹിച്ചുകൊണ്ട് രാത്രികളെ പകലുകളാക്കി നിനക്ക് വേണ്ടി മാറ്റിയ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, പടച്ചറപ്പേ, സുന്ദരമായ ഒരു ജീവിതത്തിൽ പ്രസവിക്കുമ്പോ 1 മില്ലിഗ്രാം പോലും ഇല്ലാത്ത നിന്നെ ഈ ദുനിയാവ് കാണാൻ വേണ്ടി 3.5 കിലോ ആയി ആ ഉമ്മാന്റെ പള്ളയിൽ നിന്നെ വളർത്തിക്കൊണ്ട് വലുതാക്കി ഈ കല്ലക്കട്ട കാണാൻ, ഈ പഴയോട്ട കാണാൻ ആ ഉമ്മ സഹിച്ച വേദന മരണതുല്യമായ വേദനയാ. അന്ന് മുതൽ നിനക്ക് പാലൂട്ടി, അന്ന് മുതൽ നിനക്ക് ഭക്ഷണം തന്നു, അന്ന് മുതൽ നിന്നെ വളർത്തി വലുതാക്കി, അന്ന് മുതൽ നിന്നെ എല്ലാ നിലക്കും താങ്ങും തണലുമായി ആ പ്രിയപ്പെട്ട ഉമ്മ വളർത്തുകയാണ്. 1 ഗുരു കഴിച്ചാൽ അലസിപ്പോകുന്ന ജീവിതമായിരുന്നു നിന്റേത്, അപാർശം ചെയ്താൽ തീർന്നു പോകുന്ന ജീവിതമായിരുന്നു നിന്റേത്. ആ ഉമ്മാക്ക് പിന്നെ കഷ്ടപ്പാടുകളില്ല, പ്രയാസങ്ങളില്ല, ദുരിതങ്ങളില്ല, വിഷമമില്ലാത്ത ജീവിതം സഹിക്കാതെ താങ്ങാതെ തണലാവാതെ ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് ദുനിയാവിൽ അടിച്ചു പൊളിക്കാമായിരുന്നു. പക്ഷേ നിനക്ക് വേണ്ടി ജീവിച്ച ആ പാവപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ഇന്ന് രോഗിയായി വീടിന്റെ അകത്തളത്ത് കിടക്കുമ്പോ ആ പാവപ്പെട്ട ഉമ്മാനെ തിരിഞ്ഞു നോക്കാത്ത മുസ്ലിമേ, നിനക്ക് ആരോഗ്യം കിട്ടുമെന്ന് വിചാരിക്കണ്ടടാ. മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞതാണ്, നിന്റെ ആയുസ് കുറക്കും മൂസാ. മാതാപിതാക്കളെ ബഹുമാനിച്ചില്ല എങ്കിൽ, അവരെ സേവിച്ചില്ല എങ്കിൽ, അവർക്ക് വേണ്ടുന്നത് നീ ചെയ്തു കൊടുത്തില്ല എങ്കിൽ ആയുസ് കുറക്കും മൂസാ. അതുകൊണ്ട് മാതാപിതാക്കളെ ശാപം ഏറ്റുവാങ്ങല്ലേ, മാതാപിതാക്കളെ ശാപം ഏറ്റുവാങ്ങല്ലേ. അതാണ് റസൂലുള്ളാഹി പറഞ്ഞ അവസാനത്തെ ഒരു ഹദീസ് ഞാൻ ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കട്ടെ. കുല്ലു ദുനൂബി യഗ്ഫിറുല്ലാഹു മിൻഹാ മാശാ ഇലാ യൗമിൽ ഖിയാമ. ഈ കള്ള് കുടിച്ചാലും പെണ്ണ് പിടിച്ചാലും വ്യഭിചരിച്ചാലും എത്ര വലിയ തിന്മകൾ കടിമപ്പെട്ടാലും കഞ്ചാവിന്റെയും MDMന്റെയും അടിമയായാലും ഓനെ ഒരുപക്ഷെ ഉണ്ടല്ലോ അതിന്റെ എല്ലാവിധ പ്രതിവിധികള്, അതിന്റെ അദാബുകള്, അല്ലാഹു നിനക്ക് തരുന്ന ഏറ്റവും വലിയ ശിക്ഷകൾ നാളെ പരലോകത്തേക്ക് ബന്ധിച്ചേക്കാം. നീ ചെയ്തു പോയ തെറ്റിന് പകരമുള്ള അദാബുകൾ നാളെ ആഖിറത്തിലേക്ക് ബന്ധിച്ചേക്കാം. പക്ഷെ ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ,
മാതാപിതാക്കളെ വേദനിപ്പിച്ചവനാണോ, മാതാപിതാക്കളെ വിഷമിപ്പിച്ചവനാണോ, മാതാപിതാക്കളുടെ കണ്ണുനീര് കുടിപ്പിച്ചവനാണോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മോനെ അത് ആഖിറത്തിലേക്ക് ബന്ധിക്കൂല. ആഖിറത്തിൽ കിട്ടും, അത് വേറെയാണ്. ആഖിറത്തിൽ വരെ നീ കാക്കേണ്ട ആവശ്യമില്ല. അതിന് താമസ സൗകര്യം പടച്ച റബ്ബിനില്ല. ഫഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബി ഫിൽ ഹയാതി ഖബലൽ മമാത്. മരണത്തിന്റെ മുമ്പ് തന്നെ, മരണത്തിന്റെ മുമ്പ്, ഈ കല്ലകട്ടയിൽ നിന്റെ ശ്വാസമടയുന്നതിന്റെ മുമ്പ് നിന്റെ മാതാപിതാക്കളെ നീ എത്ര വേദനിപ്പിച്ചുവോ അതിന്റെ ഇരട്ട നീ അനുഭവിക്കാതെ ഈ കല്ലക്കട്ടയിൽ നിന്ന്, ഈ പയോട്ടയിൽ നിന്ന് നീ വിട പറയൂല നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുക എന്നുള്ളത്, അവരോട് ബന്ധം പുലർത്തുക എന്നുള്ളത്, കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്, അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്, അവരുടെ കണ്ണീരൊപ്പുക എന്നുള്ളത്, അവരുമായി ബന്ധം പുലർത്തുക എന്നുള്ളത്, അവരുടെ വിഷമത്തിലും അവരുടെ പ്രയാസത്തിലും സങ്കട കണ്ണീരും എന്റെ പ്രിയപ്പെട്ടവരെ ഒരാളായി മാറി അവരുടെ ജീവിതത്തിന്റെ പങ്കാളിയാവുക എന്നുള്ളത്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മളറിയാത്ത, നമ്മളെ ശ്രദ്ധിക്കാത്ത ദീർഘായുസ് നഷ്ടപ്പെടാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഒരുപാട് കാലം ദുനിയാവിൽ ആയുസ് തരാനുള്ള കാരണമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുത്ത് ഹബീബിന്റെ മാസമാ, ആ ഹബീബിന്റെ പേരിൽ മൗലിദ് പാരായണം ചെയ്യപ്പെടുന്ന ഒരു സമയവും കൂടിയാണിത്. എന്റെ പ്രിയപ്പെട്ടവരെ, കേവലം ഇത്തിബാ സുന്നത്ത് എന്ന് പറഞ്ഞാൽ കുറെ നോമ്പെടുക്കലും, കുറെ മൗലിദോദലും, കുറെ ജാഥ നടത്തലും, കുറെ ബാത്റൂമിൽ പോകുമ്പോൾ അത് പറയലും, ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലലും എന്ന് വിചാരിക്കേണ്ട നിങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തു റസൂലുള്ള കുടുംബ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ട് മാതൃക, കുടുംബ ബന്ധത്തിൽ കാണിച്ചിട്ടുണ്ട്, മാതാപിതാക്കളിൽ കാണിച്ചിട്ടുണ്ട്, ഓരോരോ സകല മേഖലകളിലും കാണിച്ച മുത്ത് ഹബീബിന്റെ ജന്മമാസം വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ അത് കടന്ന് നമ്മളിൽ നിന്ന് കണ്ണു ചെമ്പി തുറക്കുന്നതിന്റെ മുമ്പ് ഇല്ലാതെയാവാവിടെന്ന് തീർന്നു പോവാനടുത്താവുമ്പോ പറഞ്ഞു പോയ ആ ബന്ധങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോ. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് മഹാനായ സയ്യിദവറുകളോടും നിങ്ങളോടും എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഭാര്യമക്കൾക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.